ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇതിലേക്ക് കടക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ 4 വേദങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ. അപ്പം പ്രപഞ്ച രഹസ്യം എന്ന് പറഞ്ഞാൽ സയൻസിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദം എന്ന് പറയുന്നത്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനെന്നേ അർത്ഥമുള്ളൂ. അപ്പം അതിലെല്ലാ സയൻസും ഉണ്ട്, ചരിത്രവും എല്ലാം ഉണ്ട്. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് പറയുക. ഒന്ന് അതിൻ്റെ തിയറിയും, ഋഗ്വേദം യജുർവേദം സാമവേദം തിയറി, ടെക്നോളജി അഥർവവേദവുമാണ്. അപ്പം ഇതെല്ലാം ചുരുക്കിയിട്ട് പറഞ്ഞത് കൊണ്ടും ചില വിഷയങ്ങൾ വളരെ ചുരുക്കിയാണ്. വേദത്തിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ബുക്ക് ചെയ്യും. അത് ആത്മാവ്, ബ്രഹ്മം, ഇതിനെപ്പറ്റിയെല്ലാം വളരെ കുറച്ച് വേദത്തിലുള്ളൂ. ബാക്കി 99% മോഡേൺ സയൻസാണ്. പ്രപഞ്ച സൃഷ്ടിയായിട്ട് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ ആധുനിക സയൻസ് തന്നെ ആണ്. അപ്പോൾ ഇതിൽ ആ ബ്രഹ്മത്തെപ്പറ്റി, ആത്മാവിനെപ്പറ്റി ഒന്ന് കുറച്ച് എടുത്തു പറയണമെന്ന് തോന്നിയിട്ടാണ് അത് 108 1008 ഉപനിഷത്തുക്കളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിൽ ചരിത്രമെല്ലാം ഉണ്ട്. പിന്നെ പ്രപഞ്ച രഹസ്യം ചുരുക്കി പറഞ്ഞത് കൊണ്ട് അതിനെ വിസ്തരിച്ച് സാധാരണക്കാരനായിന് വേണ്ടിയിട്ട് കഥരൂപത്തിൽ അവതരിപ്പിച്ചതാണ് 17 പുരാണം. ഇതെല്ലാം എഴുതിയപ്പോഴും പലതായിട്ടെല്ലാം എഴുതിയപ്പോൾ എഴുതിയ വേദവ്യാസന് തന്നെ തോന്നി ഇതത്ര പോരെ, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒന്നാക്കിയാലല്ലേ നല്ലത് എന്ന് വെച്ചുകൊണ്ട് എഴുതിയതാണ് ഭാഗവതം, വിസ്തരിച്ച് കഥരൂപത്തിൽ. അപ്പോൾ അതിൽ ചരിത്രവും സയൻസും എല്ലാം, പ്രപഞ്ച രഹസ്യം മുഴുവൻ, ആത്മാവിനെ പറ്റി എല്ലാം വിസ്തരിച്ചെഴുതി. അങ്ങനെ വിസ്തരിച്ചെഴുതുമ്പോഴും അദ്ദേഹത്തിന് തോന്നി ഈ ആത്മാവ് എന്ന് പറയുന്ന സംഗതി, ബ്രഹ്മം എന്ന സംഗതി നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിനെ ഒന്ന് 108 ഉപനിഷത്തായിട്ട് തരംതിരിച്ചതുപോലെ ഒന്ന് തിരിക്കണം എന്ന് തോന്നി. അതുപോലെ ചരിത്രവും കയറിയിട്ട് വെറുതെ വിസ്തരിച്ച് അവിടെ പറയുന്നതിന് പകരം പ്രപഞ്ച രഹസ്യം പറയുമ്പോൾ അവിടെ ചരിത്രാധികം ഒരു സയൻസ് പുസ്തകമാണത്. അപ്പം അതിലെ ചരിത്രത്തെ വേറെ തന്നെ ഒന്ന് പറയാമെന്ന് വെച്ചാണ് പരശുരാമ കഥയായിട്ടും രാമകഥയായിട്ടും കൃഷ്ണകഥയായിട്ടെല്ലാം, അതായത് ഭാഗവത അല്ല മഹാഭാരത കഥയെല്ലായിട്ട് വിസ്തരിച്ചു പറഞ്ഞു. അപ്പം ചരിത്രത്തെ ഇങ്ങനെ 4 യുഗങ്ങളുടെ കഥകളായിട്ട് പറഞ്ഞുകൊണ്ട് പോയി, അതിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയേണ്ടത് ഈ ആത്മാവ്, ബ്രഹ്മം, നമ്മുടെ ഇതെല്ലായിട്ട്, അതായത് 108 ഉപനിഷത്തിലൂടെയും മറ്റും പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അതൊരു ചെറിയ വിഷയമാണ്. അത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആണെങ്കിലും ആവശ്യം ഇതിൽ നിന്നെല്ലാം ഒന്ന് വേർപെടുത്തി പറയണമെന്ന് തോന്നിയിട്ടാണ് കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഭഗവത്ഗീത എന്ന രൂപത്തിൽ പറഞ്ഞത്. അതതിൻ്റെ ബ്രഹ്മസാക്ഷാത്കാരം, ആത്മീയത എന്നൊന്നല്ല, അതെല്ലാം പിന്നെ വന്നതാണ്. ബ്രഹ്മസാക്ഷാത്കാരം, ആത്മാവെന്ന് പറയുന്നത് ബ്രഹ്മം എന്താണ്, ഇതിനെല്ലാം ബന്ധിപ്പിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊന്ന് ചുരുക്കിയിട്ട് ഭഗവത്ഗീതയായിട്ട് പറയുന്നതാണ്. അതിനെ വേദമാണ് എന്നൊന്നും ധരിച്ചേക്കരുത്, വേദത്തിൻ്റെ സത്തയാണെന്നൊന്നും ധരിക്കരുത്, ഉപനിഷത്താണെന്നും ധരിക്കരുത്. ഉപനിഷത്തിൽ ശരീരത്തിൻ്റെ നാഡീ വ്യവസ്ഥകളെ പറ്റി എല്ലാം വിവരിച്ചിട്ടുണ്ട്. പല കാര്യവും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ആത്മാവ് എന്ന്, എന്താണ് ആത്മാവ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഞാനെന്ന ചിന്താഗതി, അതെല്ലാം വെച്ചിട്ടുള്ള ഒരു വിഷയം മാത്രം, അത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് എടുത്തിട്ട് ഭഗവത്ഗീതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഭാഗവതത്തിൻ്റെ സത്തയൊന്നുമല്ല, ഈ ആത്മാവ് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ്. അതിനൊന്ന് വേർപെടുത്തിയതാണ്. കാരണം അതെല്ലാം കൂടി കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ ഒരുമാതിരിയായി പോകുന്നുള്ളൂ. അതിനൊന്നും എടുത്ത് മാറ്റിക്കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതമാണ് എല്ലാം കൂടിയിട്ടുള്ളത്.
ആ ഭാഗവതത്തിലേക്കും കടക്കാം. എപ്പോൾ ഈ ഭഗവത്ഗീത കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിലേക്ക് വഴിക്ക് പറയാം. എപ്പം തീരുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ ഋഗ്വേദം യജുർവേദം എല്ലാം കൂടിയിട്ട് തുടങ്ങിയിരിക്കുകയല്ലേ. ഒരു ദിവസം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പോകുന്നത് വരെ പോകട്ടെ. കാരണം ഇത്രയും വിഷയങ്ങളുണ്ട്. ഇപ്പം നമ്മളിതെല്ലാം തുടങ്ങിയിട്ട് തന്നെ 2-3 വർഷമായി. ഇനിയും ഇത്രയേ എത്തിയുള്ളൂ. ഒരു 30% അഥർവേദം കഴിഞ്ഞിട്ടുണ്ടാവും. 30% 108 ഒരു 50%-ഓളം 108 ഉപനിഷത്തുക്കൾ കഴിഞ്ഞിട്ടുണ്ട്. 108 ഉപനിഷത്തിൻ്റെ അഥർവവേദത്തിൻ്റെ 30% കഴിഞ്ഞിട്ടുണ്ട്. ഋഗ്വേദം യജുർവേദം എല്ലാം സാമവേദം എല്ലാം കുറേയെല്ലാം അവിടെ ഇവിടെയെല്ലാം പറഞ്ഞിട്ട് പ്രപഞ്ച സൃഷ്ടിക്രമം പറയുന്നിടത്ത് എല്ലായിടത്തുനിന്നും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഋഗ്വേദം നമ്മൾ ആദ്യം അത് കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. ഇപ്പം ഭാഗവതവും തുടങ്ങുമ്പോൾ കുറേ ഇതെല്ലാം കൂടി ആകുമ്പോൾ എപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, എത്ര വർഷങ്ങളുണ്ട്. എന്നാലും ഇതെല്ലാം ദിവസം ഇടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഉപനിഷത്തും അഥർവവേദമെല്ലാം ചിലപ്പോൾ ആദ്യം തീരും. അപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കൃഷ്ണ 1, 2, 3 കൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഇതുവരെ പറഞ്ഞ യോഗതത്വങ്ങൾ, അതായത് നാമുമായിട്ട് ബന്ധപ്പെട്ട കർമ്മം എങ്ങനെ എന്താണ് കർമ്മം, എങ്ങനെ കർമ്മം ചെയ്യണം എന്നീ കാര്യങ്ങളായിട്ടെല്ലാം ബന്ധപ്പെട്ട്, അതായത് നിഷ്കാമ കർമ്മത്തെ പറ്റിയെല്ലാം ഞാൻ ഇതുവരെ എന്താണോ പറഞ്ഞത് ആ രഹസ്യങ്ങൾ ആദ്യം ഞാൻ ആദിത്യന് പറഞ്ഞു കൊടുത്തതാണ്. ആദിത്യൻ അത് മനുവിന് പറഞ്ഞു കൊടുത്തു, മനു ഇക്ഷാക്യുവിന് പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അതെല്ലാം എവിടെയാണ് പണ്ടത്തെ പുരാണ കഥകളിലൊക്കെയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഭാഗവതം എഴുതുമ്പോൾ അതിൽ ഈ യുദ്ധക്ഷേത്രത്തിൽ വരുമ്പോഴാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, അതെല്ലാം എല്ലാവർക്കും എല്ലാം മറന്നുപോയി. അതുകൊണ്ട് ഒരിക്കലും കൂടി സങ്കീർണമായ ഈ പ്രശ്നം ഞാൻ ഒരിക്കലും കൂടി എനിക്ക് എൻ്റെ നല്ല കൂട്ടുകാരനായിട്ട് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതെല്ലാം പണ്ട് പറഞ്ഞു തന്നെയാണ്, വേദങ്ങളിലൂടെ എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം. ഒന്നുകൂടി ഇവിടെ ഭാഗവതത്തിലൂടെ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ രൂപയെല്ലാം ഭാഗമായിട്ട് ഇവിടെ ഞാൻ എനിക്ക് പറഞ്ഞു തരികയാണ്. കാരണം നീ എൻ്റെ നല്ലൊരു ശിഷ്യനാണ്. ഇത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഒന്നും കൂടി പറയണം. എല്ലാവരും ജനമൊന്നും മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അർജുനൻ ചോദിച്ച്, ആദിത്യനാണ് ആദ്യം ഉണ്ടായത്, സൂര്യൻ ഉണ്ടായിട്ടാണല്ലോ ഹൃദയകം ത്രേതായുഗം ദ്വാപരം. ഇപ്പം കൃഷ്ണൻ ഇത് പറയാൻ പറ്റിയത്. പിന്നെ ഈ കൃഷ്ണൻ സൂര്യനോട് പറഞ്ഞു, ആദിത്യനോട് പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് അർജുനൻ പറയുകയാണ്. ഇതിൽ 4. അപ്പം കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ വളരെ ജന്മങ്ങൾ പണ്ടും നടന്നു കഴിഞ്ഞു. നീയും ഇതേമാതിരി പണ്ട് ജനിക്കുകയും മരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നാലും ഈ സംഭവമല്ലേ എനിക്കറിയാം, എനിക്കതറിയില്ല. അതായത് നമ്മളിങ്ങനെ പുനർജന്മത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, കാലവും ഇങ്ങനെ പുനർജന്മത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനിക്കുന്നു, മരിക്കുന്നു, നമ്മൾ പിന്നെയും ജനിക്കുന്നു. അതേപോലെ തന്നെ ഈ പ്രപഞ്ചവും ഉണ്ടാവുന്നു, നശിക്കുന്നു. ഉണ്ടായി കൃതയുഗം, ഗോത്രകാലഘട്ടം, ദ്വാപരയുഗം, ത്രേതായുഗം, കൊളോണിയലിസം, പിന്നെ ഇന്നത്തെ കാലഘട്ടം ദ്വാപരയുഗവും പിന്നെ കലിയുഗവും. ഇങ്ങനെ പോയിട്ട് അവസാനം ലോകം നശിക്കും, പിന്നെ ആദ്യമേ ഉണ്ടാവും,
പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കഥയിലും അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ഈ സൂര്യൻ ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ ഈ യൂട്യൂബിലൂടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്, മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം എന്താണ്, പ്രപഞ്ചമുണ്ടായി നശിച്ചിട്ട് പിന്നെയും ഉണ്ടാകുന്നതാണ്. ആ ഒരു സംശയം കൊണ്ടാണ് യുക്തിവാദികളെല്ലാം പറയുന്നത്, ഈ ഗുഹയിൽ കിടന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ സയൻസ് ഇപ്പം കണ്ടെത്തിയതാണ്, അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റുമെന്ന്. കാരണം ഈ സൈക്കിളിനെ പറ്റി അവർക്ക് മനസ്സിലാകുന്നില്ല. പ്രപഞ്ച അവസാനം പ്രളയത്തിലൂടെ നഷ്ടപ്പെട്ട് നശിക്കുമ്പോൾ രക്ഷപ്പെട്ട മനുഷ്യരാണ് ആദ്യം തിരിച്ചു വന്നിട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പ്രപഞ്ച രഹസ്യമെല്ലാം പ്രളയം നടക്കുമ്പോഴേക്കും എല്ലാം താനും നേടിയിരിക്കും. പിന്നെ ആദ്യം വരുന്നിട്ട് എഴുതുമ്പോൾ എന്താകും, അവർക്കത് എഴുതാൻ പറ്റും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ പഴഞ്ചരാണ്. ഗുഹമാരിയായിപ്പോൾ എന്താണ്, പ്രളയം വന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർ ഗുഹാജീവികളായിട്ടാണ് ജീവിക്കേണ്ടത്. ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പം ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടും കൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്, അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണ്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രളയം നടന്നപ്പോൾ നശിച്ചു പോയി. അപ്പോൾ ഒരു വട്ടത്തിലാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അറ്റമില്ലാതെ. അപ്പോൾ ഒരു വട്ടത്തിൽ തുടക്കേതാണ് അന്ത്യമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തമൊന്നുമില്ല, ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ബ്രഹ്മമാണ്. ബ്രഹ്മം തന്നെയാണ് ഞാനായി മാറിയത്, എല്ലാമായി മാറിയത്. ആ ബ്രഹ്മം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ബ്രഹ്മമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? കാലമാണ്. ആ ബ്രഹ്മം ഓരോ കാലത്തിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കാലം തന്നെയാണ് ഇതെല്ലാം അടിച്ചു മാറ്റുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണൻ കാലമാണ്, അതും ആ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നാണ് സൂര്യന് വല്ലതും ഉണ്ടായിരിക്കുന്നത്. ആ നിലയിൽ ഇതിനെ കാണണം. അപ്പം എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ ബ്രഹ്മത്തിന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അർജുനൻ അത് മനസ്സിലാക്കുക. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇതിനെ തുടക്കേത് അന്ത്യമേത് എന്നൊന്നും പറയുന്നതിന്, ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നതിന് തുടക്കവും അന്ത്യമൊന്നും ഇല്ല. എന്നിട്ടോ ഞാൻ നാശമില്ലാത്തവനും. അപ്പോൾ ഈ ഞാനെന്ന് പറയുന്ന കൃഷ്ണൻ കാലം നാശമില്ലാത്തവനാണ്. ജനന മരണമൊന്നുമില്ല. അപ്പോൾ ഈ ശക്തിക്ക് ജനനവുമില്ല മരണവുമില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു കഥാപാത്രമായിട്ട് ആ കാലത്തെ അവതരിപ്പിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നതാര് തന്നെയാണ്? ആ ബ്രഹ്മം തന്നെയാണ് ഇത് പറയുന്നതായിട്ട് വരുന്നത്. പക്ഷെ ബ്രഹ്മം പറഞ്ഞെന്ന് പറയാൻ പറ്റൂല. കാരണം ബ്രഹ്മത്തിൻ്റെ രൂപവും പാവൂലാവും, അതില്ല, ജനിക്കുന്നില്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തിലൂടെ പറയുമ്പോൾ കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് പറയുന്നത്. അപ്പം കഥാപാത്രമാകുമ്പോൾ ജനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥയിൽ ചോദ്യമില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു പേരിൽ ഓരോ രൂപത്തിൽ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ജനനവുമില്ല മരണവുമില്ല. പിന്നെ എന്താണ്? സർവഭൂതങ്ങളുടെയും ഈശ്വരനുമാണ്. അപ്പോൾ ആ ബ്രഹ്മം തന്നെയാണ് ഞാനെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മം തന്നെയാണ് നിന്നോട് പറയുന്നത്, നിന്നോട് പോയി യുദ്ധം ചെയ്യുക. അത് തന്നെയാണ് ഞാനായി മാറിയത്. അത് തന്നെയാണ് കാലം എന്ന രൂപത്തിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. ആ കാലം പറയുന്നതായിട്ട് പറയുകയാണ്. നിന്നെ സൃഷ്ടിച്ചത് ആ ബ്രഹ്മം തന്നെയാണ്. നിന്റെ ജോലിയാണിത്. ഓരോ കാലത്തിനും വേണ്ടത് ചെയ്യുക. ഈ അധർമ്മികളെയൊന്നും അതിന് ആവശ്യമില്ല. അവരുടെ കാലം കഴിഞ്ഞ്. അതുകൊണ്ട് നിന്റെ ജോലിയാണ് എടുത്ത് തട്ടി നീക്കൽ. അത്രയുള്ള ആ അർത്ഥത്തിൽ പറയുകയാണ്.
എങ്കിലും പ്രകൃതിയുടെ അടിസ്ഥാനമാക്കി ഞാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം സൃഷ്ടി നടത്തുന്നത് ഞാനാണ് എന്ന് പറയുകയാണ്. ആര്? ബ്രഹ്മവും. ബ്രഹ്മമല്ല, ബ്രഹ്മാവും. അപ്പം ആ ബ്രഹ്മാവ് ഞാൻ തന്നെയാണ്. ഞാൻ സൃഷ്ടി നടത്തുകയാണ്. എനിക്കൊരു പ്രകൃതി ഉണ്ടാക്കണമെന്ന് തോന്നി ഞാൻ തന്നെ അതിന് വേണ്ട അടിസ്ഥാന വസ്തുവുമായി, അതിലൂടെ ഞാൻ തന്നെ ഇലക്ട്രോണും പ്രോട്ടോണുമായി നിങ്ങളും എല്ലാം ആയി മാറി. നിങ്ങൾ എന്ന് പറയുന്നതിനൊന്നും അതെ, എല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം ധർമ്മത്തിൻ്റെ ക്ഷയം സംഭവിക്കുകയും അധർമ്മം വളർന്നു വരികയും ചെയ്യുന്നു, അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു. അപ്പോൾ ധർമ്മം നശിക്കുമ്പോൾ, ഭരണാധികാരികൾ ദൂഷിക്കുമ്പോൾ ആ വ്യവസ്ഥിതിയെ തട്ടിമാറ്റിയിട്ട് വേറൊന്നിലേക്ക് പോകും കാലം. അപ്പം ഗോത്ര കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്ന അങ്ങനെയല്ലാണ്. അല്ലാതെ ജനാധിപത്യമായൊന്നും അന്ന് ഭരിക്കാൻ പറ്റൂല. കുറച്ചാളുകളെ ഉള്ളൂ, കയ്യൊപ്പുള്ളവനാണ് കാര്യക്കാരൻ. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ലോകം പുരോഗമിക്കുക. അങ്ങനെ പുരോഗമിക്കാൻ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൻ്റെ പറ്റാത്ത ജനമെല്ലാം പെരുകി. ഇനി ഇത് പറ്റൂല എന്ന് കണ്ടപ്പോൾ അന്നത്തെ ഭരണാധികാരികൾ, ഈ ഭരണാധികാരികൾക്ക് ഒരു കുഴപ്പമുള്ളൂ. ആദ്യം നല്ലതായിരിക്കും, കുറേ കാലം കഴിയുമ്പോൾ ആ വ്യവസ്ഥിതി ദൂഷിക്കും. അപ്പം കാലം തന്നെ എടുത്ത് അടിച്ച് കളയും. എന്നിട്ട് കൊളോണിയലിസം വരും, വിദേശികൾ വരും. അതിലൂടെ ലോക പുരോഗതി ഉണ്ടാവുന്നു. പക്ഷേ വിദേശ ആധിപത്യം അതിനൊരു മാക്സിമം എത്തുമ്പോൾ അതിനെ അടിച്ച് കളയും. അങ്ങനെ അധർമ്മം പെരുകുമ്പോൾ, അപ്പോഴാണ് അധർമ്മം പെരുകുന്ന സമയത്ത് ഞാൻ വന്ന് അടിച്ചു കളഞ്ഞിട്ട് പുതിയ സിസ്റ്റം ഉണ്ടാക്കും. അപ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതല്ല ആരാണ്? കാലമാണ്. ഈ ലോകത്തിന് പറ്റാത്തതാകുമ്പോൾ, ചൂതുകളിയൊന്നും പറ്റാത്തതായിട്ട് വരുമ്പോൾ അതിനെ അടിച്ചു കളഞ്ഞിട്ട് പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കാണ് വസുദേവ കുടുംബം. ഈ സിസ്റ്റം മതിയായി. ഇനി ഇതും കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മളൊരു ചെറിയ വീടെല്ലാം വെച്ചു, ആളുകൾ പെരുകി. ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കാലം കഴിയുമ്പോൾ അത് പഴകിയില്ല, അടിച്ചു കളഞ്ഞിട്ട് വേറൊരു വീട് വെക്കും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കുറച്ചങ്ങോട്ടെത്തുമ്പോൾ അവസാനം എത്തുമ്പോൾ ഭരണാധികാരികൾ ദൂഷിക്കും. ആ വ്യവസ്ഥിതിക്ക് ജനങ്ങളെ രക്ഷിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. അപ്പം അതിനെ അടിച്ചു കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കും. അതാണ് അധർമ്മം പെരുകുമ്പോൾ ആദ്യം ധർമ്മമായിരിക്കും. കുറേ കാലം കഴിയുമ്പോൾ ഭരണാധികാരികൾ ദൂഷിച്ച് കാരണം സ്വാതന്ത്ര്യ സമരം നേടുന്ന സമയത്ത് നമുക്ക് വലിയ പ്രതീക്ഷകളെല്ലാം ഉണ്ടാവും. നല്ല നേതാക്കന്മാരെല്ലാം തലപ്പത്ത് വെക്കും. അതെല്ലാം പണ്ട് പറഞ്ഞല്ലോ. കുറേ കാലം കഴിയുമ്പോൾ എല്ലാവരും സ്വാർത്ഥമതികളാവും. പിന്നെ ആ സിസ്റ്റം കൊണ്ടുപോകാൻ പറ്റില്ല, അടിച്ചു കളയുക, അത്ര തന്നെ. അത് കാലം തന്നെയാണ് ചെയ്യുന്നത്. ആ ബ്രഹ്മം തന്നെയാണ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാം ചെയ്യുന്നത് ബ്രഹ്മമാണ്. അപ്പം ഞാൻ സ്വയം അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലമായിട്ട് വരുന്നു എന്നാണ്. എല്ലാം ജനിക്കുന്നു എന്നല്ല, അവതാരം എന്നത് അതല്ല. അത് തന്നെ കാലമായി വന്നിട്ട് ആ രൂപത്തിൽ, കാലമാകുന്ന രൂപത്തിൽ വന്നിട്ട് അതിന് പറ്റിയ അർജുനന്മാരെ സെലക്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ ലോകക്രമമെല്ലാം എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാലോ. അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ഒന്ന് പുടിനുമാണ്. ഇനിയിപ്പം ട്രംപ് വരാൻ പോവുകയാണ്. ബൈഡനെ മാറ്റിയിട്ട് ട്രംപിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിലൂടെയെല്ലാം തന്നെയാണ് കാലം ആക്ട് ചെയ്യുന്നത്. കാലമാണ് അവതാരം. ആ കാലഘട്ടത്തിന് ഓരോ ആളെ ഇതേമാതിരി കൊണ്ടുവരും. അവരിലൂടെ ആക്ട് ചെയ്യുന്നതും കാലം തന്നെയാണ്. അവരും ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ സംരക്ഷണത്തിനും ദുർജനങ്ങളെ നശിപ്പിക്കുവാനുമായിട്ട് ഞാൻ യുഗം തോറും അവതരിക്കുന്നു. ഓരോ യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൻ്റെ പ്രത്യേകതയാണ് ചൂതുകളി. ചൂതുകളിയാണ് അധർമ്മത്തിലേക്ക് നയിച്ചത്. അർഹതപ്പെട്ടവനെല്ലാം കാട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ വരുമ്പോൾ ആ വ്യവസ്ഥിതിയും കൊണ്ട് ഇനി കൊണ്ടുപോകാൻ പറ്റില്ല. ചൂതുകളി വ്യവസ്ഥിതി ഇനി കൊണ്ടുപോകാൻ പറ്റില്ല, അടിച്ചു കളയും. അത് തന്നെയാണ് മഹാഭാരത യുദ്ധം. കാലം അത് ചില നേതാക്കന്മാരോട് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അടിച്ചു കളയാൻ പറയുകയാണ്. അങ്ങനെയുള്ള കഥയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് അർജുനൻ. അർജുനനോട് പറയുന്ന അതിനെ അടിച്ചു കളാം. എന്നിട്ട് എന്ത് പറയുന്നു? ഈ സത്വം മനസ്സിലാക്കുന്നവന് പിന്നെ പുനർജന്മമില്ല. അപ്പോൾ ഈ ലോകത്തിൽ മൂന്നാം ലോകമഹായുധം നമ്മൾ ഭയക്കുന്നുണ്ട്. ലോകം മുഴുവൻ നശിച്ചു പോകുന്നു.
അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാലം തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനെ ന്യൂക്ലിയർ ബോംബൊന്നും ഇട്ടിട്ട് ലോകത്തെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതൊരു പ്ലാൻ അനുസരിച്ച് അങ്ങനെ പോവുകയാണ്. നമുക്ക് തോന്നും ഇപ്പം നാളെ ന്യൂക്ലിയർ ബോംബിടി ഈ ലോകം മുഴുവൻ കത്തിയെരിഞ്ഞു. അങ്ങനെയൊന്നും കാലം തന്നെയാണ് നമ്മളിലൂടെയും പുട്ടിനിലൂടെയും ബൈഡനിലൂടെയും ട്രംപിലൂടെയും എല്ലാം ചെയ്യുന്നത്. അതിൻ്റെതായ മാറ്റങ്ങൾ അപ്പോൾ അത് വരുത്തുന്നുണ്ട്. ഈ എഴുതി വെച്ച പുരാണ കഥകളിലൂടെ കാലം ഒരു പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. അതാണ് ഈ പുരാണ കഥകളിലൂടെ പറഞ്ഞു തരുന്നത്. അതിലൂടെ ഇനിയെല്ലാം തട്ടിയേറ്റി ഇങ്ങനെ തന്നെയാണ് പോവുക. ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും, അവസാന നിമിഷം വല്ലവരും പ്രയോഗിക്കും, അത് ആകാശത്ത് ഒഴിച്ച് തടുക്കുകയും ചെയ്യും. ചെറിയ പ്രശ്നങ്ങളിലുണ്ട് അതെല്ലാം കാര്യങ്ങൾ തട്ടി മാറ്റിയിട്ട് നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. നമ്മളിവിടെ കിടന്നിട്ട് ഭയക്കുവോ നാളെ ഇനിയിപ്പോൾ ന്യൂക്ലിയർ ബോംബ് കുട്ടിക്കേരി പ്രയോഗിച്ചു കളയോ, അതിനൊന്നും സമ്മതിക്കില്ല. പ്രയോഗിക്കുന്ന അശ്രദ്ധാമാവായിരിക്കും. അല്ലാതെ ട്രംപ് കയറി നാളെ ന്യൂക്ലിയർ ബോംബ് അതൊന്നും പ്രയോഗിക്കാൻ പോകുന്നില്ല. ആരെങ്കിലും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അശ്രദ്ധാമാവായിരിക്കും. അവനാണ് ഏറ്റവും വലിയ പാപി. ലോകത്തിലെ ഏറ്റവും വലിയ പാപി അശ്വത്ഥാമാവാണ്. അപ്പൊ അതാരാണെന്നെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ്. പുട്ടിനാണോ ട്രംപാണ്? ഇനിയിപ്പം വരാൻ പോകുന്ന ട്രംപാണ്. ട്രംപ് വരുന്നതിനെ കാട്ടി മുമ്പിൽ ബൈഡൻ പ്രയോഗിക്കോ, അതിനുള്ള വേദി ഒരുക്കോ എന്നെല്ലാം നമ്മൾ കാണാനിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തടുക്കുക തന്നെ ചെയ്യും. ആകാശത്ത് വെച്ച് തടുക്കുന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ യുഗത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അപ്പൊ ഈ സത്യം മനസ്സിലാക്കുന്നവന് എന്ത് പറ്റും? നാളെ എന്നെ പ്രാപിക്കുന്നു, ബ്രഹ്മത്തിൽ പോലെ. ഈ സത്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. അത് അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ സത്യം അർജുനൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അർജുനനിലൂടെ എന്ത് നടക്കുകയാണ്? പിന്നെ അർജുനൻ്റെ ഒരു ആവശ്യമില്ല. അർജുനൻ എന്നൊരു കഥാപാത്രം ഒരിക്കേ വരുന്നുള്ളൂ. അതുകൊണ്ട് 10 എന്ത് പറയുന്നു? രാഗം ദോഷം കോപം ഇവ വിട്ട്, രാഗവും ദോഷവും ഒരു വികാരവും ഇല്ലാതെ എല്ലാ വികാരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ ആശ്രയിക്കുന്നവൻ, അതായത് കാലം നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ കർമ്മം ചെയ്യുക. കാലം ചെയ്യുന്നത് അധർമ്മികളെ കൊന്നിട്ട് പുതിയൊരു യുഗം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ പങ്കെടുത്തുകൊള്ളുക. എന്നിട്ട് എന്നെ അപ്പോൾ ജ്ഞാനമാവുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധനായി എന്നെ പ്രാപിക്കാം. ഈ സത്യം നീ മനസ്സിലാക്കുക, എന്നിട്ട് കർമ്മം ചെയ്യുക. അപ്പുറം ആരാണ് നിൽക്കുന്നത് എന്നൊന്നും നോക്കണ്ട. കാലത്തിൻ്റെ ആവശ്യമാണത്. അതിൽ പങ്കെടുക്കുക. എന്നിട്ട് പരിശുദ്ധനായ എനിക്കെന്ത് പറ്റും? എന്നെ പ്രാപിക്കാം. അവരെ ഞാൻ അനുഗ്രഹിക്കും. മനുഷ്യർ എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. എന്നിട്ട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യർ എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു. അല്ല അർജുനനെ മാത്രമല്ല. എന്തുകൊണ്ടാണ് മനുഷ്യർ എന്ന് പറഞ്ഞത്? എല്ലാവരും, അതായത് ഭീഷ്മരും ദ്രോണാചാര്യരും ദുര്യോധനാദികളും എല്ലാം തന്നെ എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. എന്തുകൊണ്ട്? അവർ ഒരു കാലഘട്ടത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ കാലത്തെ അവർ ഭംഗിയായിട്ട് നയിച്ചിട്ടുണ്ട്. അത് ഒരു കാലത്തെത്തുമ്പോൾ അത് ദൂഷിക്കും എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. കാരണം ഏതൊരു കർമ്മത്തിനും പുതിയൊന്നിലേക്ക് മാറാൻ പോകുമ്പോൾ പഴയ രീതിയിൽ നിർത്താനുള്ള ഒരു ടെൻഡൻസി ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരമുണ്ട്. ഒരു സിസ്റ്റത്തെ പഴയ നിലയിലേക്ക് നിർത്താൻ. അപ്പം ഇവരുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ദുര്യോധനാദികളും ഭീഷ്മരും എല്ലാം കൂടിയിട്ടുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ കുറേ ലോകം പുരോഗമിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ ഒരു മാറ്റം വേണം. ആ മാറ്റത്തിൽ ആരിലൂടെയാണ് കൊണ്ടുപോകുന്നത്? അർജുനിലൂടെയോട് പാണ്ഡവരിലൂടെയാണ് മാറ്റത്തിലേക്ക് പോകാൻ പോകുന്നത്. ഈ ചൂതുകളി വ്യവസ്ഥിതി മാറ്റിക്കൊണ്ട്
പുതിയൊരു യുഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് അത്. തേർഡ് ലോ എന്ന് പറയും അതിനെ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാരായിരിക്കും? സ്വാഭാവികമായിട്ടും ആ എതിർ ശക്തിയുണ്ട്. അങ്ങനെ ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റം ഉണ്ടാക്കിയ ഭീഷ്മരും ദ്രോണാചാര്യനും ദുര്യോധനാദികളെല്ലാം ഇതിനെ എതിർക്കും. അത് സ്വാഭാവികമാണ്. ആ എതിർപ്പിനെ തട്ടി മാറ്റിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. അങ്ങനെയാണ് മുന്നോട്ടേക്ക് അങ്ങനെ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്തിനെന്നുള്ള ചോദിച്ചാൽ അതിനൊന്നും ഒരു തത്വം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മനുഷ്യർ എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. നീ പുതിയൊരു യുഗത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു, അവന് വേണ്ട പഴയത് തന്നെ മതി എന്ന് പറയുന്നു. ആക്ഷനും റിയാക്ഷനും ഉണ്ടാവും. അതിൽ നിന്ന് അതിനെ തട്ടിമാറ്റിക്കൊണ്ട് കാലം മുന്നോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. അപ്പം എല്ലാവരും എൻ്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്, നീയും എൻ്റെ മാർഗത്തെ പിന്തുടരുക. ഇനി 11 കർമ്മസിദ്ധി നേടുവാൻ ജനങ്ങൾ ദേവതകളെ പൂജിക്കുന്നു. നമ്മളെല്ലാം ദേവതകളെ, ഈ വസ്തുക്കളെയെല്ലാം പൂജിക്കുന്നത്. നമ്മളെല്ലാം സാധാരണ ജനങ്ങളെല്ലാം കർമ്മം ചെയ്യുന്നു, ദേവതകളെ പൂജിക്കുന്നു. അരി, ഗോതമ്പ്, വെള്ളം ഇതെല്ലാം ദേവതകളാണ്. കല്ല്, മണ്ണ്, അവർ അതിനെക്കൊണ്ട് ഈ ദേവതകൾ ഉപയോഗിച്ചിട്ട് ഈ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ വല്ല ചെയ്തിട്ട് ജീവിക്കുന്നു. കാരണം കർമ്മഫലമാണ് വേഗത്തിൽ ലഭിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഫലം വേഗത്തിൽ ലഭിക്കും. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും കർമ്മഫലത്തെ ആശ്രയിക്കുന്നത്, ദേവതകളെ ആശ്രയിക്കുന്നത്. ദേവതകൾ എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും അല്ല. നമുക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കിട്ടണമെങ്കിൽ പോയി വെള്ളം എടുത്തിട്ട് കുടിക്കും. ഭക്ഷണം കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള പാതയെല്ലാം ഉപയോഗിച്ചിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് അതിനെ അപ്പം തന്നെ കുടിക്കാം. അപ്പം ജനങ്ങളെല്ലാം അത്രയും ചിന്തിക്കുന്നുള്ളൂ. സാധാരണ പട്ടാളക്കാർ കർമ്മം ചെയ്യുകയാണ്. ഇത് യുദ്ധത്തിന് മുകളിലുള്ളവർ പോയി അവനെ പോയി വെട്ട് എന്ന് പറഞ്ഞാൽ അവൻ പോയി വെട്ടും. യുദ്ധത്തിൽ വെടിവെക്കും, ബോംബിടും, അവന് ശമ്പളം കിട്ടും, ജീവിക്കാം. അപ്പം ഫലം പെട്ടെന്ന് കിട്ടും. പോയി വെടിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ നയിക്കുന്നവർ മുകളിലോട്ടേക്ക് പോകുന്തോറും അവർക്കുന്നുണ്ട് ദീർഘവീക്ഷണം വേണം. അപ്പം കർമ്മസിദ്ധി നേടുവാൻ, കർമ്മത്തിലൂടെ വല്ലതും നേടിയെടുക്കണ്ടെങ്കിൽ ദേവതകളെ പൂജിക്കും, വാളിനെ പൂജിക്കും. വാള് ദേവതയാണ്, അല്ലെങ്കിൽ തോക്ക് ദേവതയാണ്. ആരെങ്കിലും പറയാം മിലിറ്ററിയിൽ അവനെ വെടിവെച്ചിട്ട് വാങ്ങാനും പോയി വെടിവെച്ചിട്ട് ഒരു മാസത്തിന് ശമ്പളം കിട്ടും, അന്നന്ന് ഭക്ഷണവും എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും, അതെല്ലാം കഴിക്കും, അവന് സിദ്ധി ലഭിക്കുന്നു. കാരണം കർമ്മഫലമാണ് വേഗത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് കർമ്മഫലം തന്നെയാണ് ഫലം വേഗത്തിൽ ലഭിക്കുക. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വിട്ടണ്ടിക്കലും ഏറ്റവും നല്ല വഴി കർമ്മത്തിലൂടെയാണ്. നമ്മളെ കർമ്മം ചെയ്തങ്ങ് തീർത്തു കഴിഞ്ഞാൽ, നമ്മൾ ജോലി ചെയ്ത് എത്ര പെട്ടെന്ന് ദുര്യോധനാദികളെ എല്ലാം വധിച്ചു കഴിഞ്ഞാൽ അർജുനന് മോക്ഷമായി. കാരണം അവൻ്റെ ജോലി അതാണ്. അത് പെട്ടെന്നങ്ങ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ കർമ്മം കിട്ടും. അത് പിന്നെ ഇങ്ങനെ ഇന്ന് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. കർമ്മഫലമാണ് പെട്ടെന്ന് തരുന്നത്. ചെയ്യേണ്ടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഇരുന്ന് ആലോചിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം പോവും, എല്ലാം പോവും. എന്തായാലും ചെയ്തേ പറ്റുമെന്ന് പിന്നെ പെട്ടെന്ന് അങ്ങ് പോയി ചെയ്ത് തീർത്തിട്ട് നമ്മളെ ജോലി അങ്ങ് തീർക്കുക. ഇനി 12, 13 ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചു. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും, ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചു. മനുഷ്യരിൽ 4 തരം വർണ്ണങ്ങളുണ്ട്. എന്താണത്? ഗുണത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ, പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായി ചിന്തിക്കാൻ കഴിവുള്ളവർ, ശാസ്ത്രജ്ഞന്മാർ. ഭരണഘടനയിൽ ഒരു രാജ്യത്തിൽ പാർലമെൻറ്റ്, നിയമസഭ, നിയമം ഉണ്ടാക്കുന്ന ബുദ്ധിമാന്മാർ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ടെസ്റ്റ് നടത്തിയിട്ട് ഏറ്റവും ഉയർന്ന ചിന്താഗതി ഉള്ളവനെ അവിടെ എടുക്കുകയുള്ളൂ അത്തരം കർമ്മങ്ങൾക്ക്. അതിനാണ് റാങ്കിൽ പ്ലസ് എല്ലാം പറഞ്ഞിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് റാങ്കുകാരൻ, ഒന്നാമത്തെ. അവർക്ക് ചിന്തിക്കുന്ന ജോലികളിലേക്കാണ് അവർക്ക് കൂടുതൽ
കഴിവുള്ളത്. അപ്പോൾ മനുഷ്യരിൽ അത് ആവശ്യമാണ്. ചിന്തകര് വേണം. എല്ലാവർക്കും കവികളാകാൻ പറ്റില്ല, എല്ലാവർക്കും തത്വചിന്തകരാകാൻ പറ്റില്ല, എല്ലാവർക്കും ഗാന്ധിജിയോ പുട്ടിനോ ആകാൻ പറ്റില്ല. അതാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ വരുമ്പോൾ മണ്ടത്തരമായി പോകുന്നത്, ആകെ തൊളിഞ്ഞു പോകുന്നത്. രാഷ്ട്രീയ നേതാക്കൾ നല്ല കഴിവുള്ളവരായിരിക്കും, മക്കൾ വരുമ്പം പോകും, കിട്ടില്ല. അപ്പോൾ ബുദ്ധി എന്നത് അതുപോലെ തന്നെ ബുദ്ധി എന്തെങ്കിലും ഡൊണേഷൻ എല്ലാം കൊടുത്തിട്ട് സീറ്റ് വാങ്ങിയത് കൊണ്ടോ, ജാതിയും മതമെല്ലാം പറഞ്ഞത് കൊണ്ടോ ബുദ്ധി കിട്ടില്ല. ചിലപ്പോൾ ഡിഗ്രി എടുക്കാൻ പറ്റും, PhD എല്ലാം എടുക്കാൻ പറ്റും, പക്ഷെ അത് ബുദ്ധിയല്ല. മലയാളത്തിൽ PhD എടുത്തവനും ഒരു വരി എഴുതാൻ പറ്റില്ല. അവന് ഈ PhD ഒന്നും ഇല്ലാതെ തകഴിയല്ല എഴുതിയത് വ്യാഖ്യാനിക്കാനേ പറ്റൂ. അതുകൊണ്ട് എത്രയോ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുണ്ട്, പക്ഷെ അവർക്കൊന്നും ന്യൂട്ടണൊന്നും ആകാൻ പറ്റുന്നില്ല. അപ്പോൾ ബുദ്ധിശക്തിയിൽ അപാരമായ കഴിവുള്ള, അതാണ് ധർമ്മപുത്രർ എന്ന് പറഞ്ഞത്. ആ കാറ്റഗറിയിലുള്ളവർ തന്നെയാണ് ഭീഷ്മാര്. അത് വേണ്ട, ധർമ്മപുത്രൻ എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ, ബുദ്ധിമാന്മാരെ, ചിന്തകരെ, കഴിവുള്ളവരെ, അങ്ങനെ ഒരു വർഗമുണ്ട്. അതുതന്നെയാണ് സ്കൂളുകളിൽ നിന്ന് ++ എല്ലാം വാങ്ങിയിട്ട് ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം. രണ്ടാമത്തതുള്ളതാണ് ധീരരായിട്ട് ലോകത്തെ നയിക്കാൻ കഴിവുള്ളവർ. ആ കഴിവ് എല്ലാവർക്കും കിട്ടില്ല. ട്രംപാകാനും പുട്ടിനാകാനും എല്ലാവർക്കൊന്നും പറ്റില്ല. അതൊരു കഴിവ് തന്നെയാണ്. അതാണ് ക്ഷത്രിയ. അവരെയാണ് മിലിറ്ററിയിലെല്ലാം ടെസ്റ്റ് നടത്തിയിട്ട് ഓടിച്ചിട്ടെല്ലാം പരിശോധിപ്പിച്ചിട്ടെല്ലാം എടുക്കേണ്ടത്. ആ ധീരത കിട്ടണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ നയിക്കാൻ കഴിവുള്ളവരെല്ലാണ് ക്ഷത്രിയ. ഇപ്പൊ ബ്രാഹ്മണരെന്നത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഭരണ സംവിധാനത്തിൽ ബ്രാഹ്മണരെന്ന് പറയുന്നത് നിയമനിർമ്മാതാക്കളായ പാർലമെന്റിൽ ഇരിക്കുന്നവരാണ്, നിയമം നിർമ്മിക്കുന്നവരാണ്. പുറമെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രജ്ഞരാണ്. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ അതിനെ നയിക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് ബുദ്ധി വേണം, അത്ര ബുദ്ധിയൊന്നും കാണില്ല, പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അവരാണ് നയിക്കേണ്ടത്. അതാണ് അർജുനൻ. ഇതാണ് രണ്ടാമത്തെ വർണ്ണം. മൂന്നാമത്തത്, ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുന്ന കാര്യങ്ങൾ എല്ലാം നടപ്പാക്കാൻ കഴിവുള്ളവരാണ് വൈശ്യർ. അവർക്ക് നമ്മളെ ഓഫീസിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ബാക്കി എഞ്ചിനീയർമാരായാലും ഡോക്ടർമാരായാലും എല്ലാവരും ഇതെല്ലാം നടപ്പാക്കാൻ കഴിവുള്ളവർ. അതാണ് ഭൂരിപക്ഷമാണ് വൈശ്യ. അതാണ് സാധാരണ നിലയിൽ ബാക്കിയുള്ള ജോലികളെല്ലാം. അപ്പം ഏറ്റവും ടോപ്പിലുള്ള മിലിറ്ററിൻ്റെ തലപ്പത്തുള്ളവരെ ക്ഷത്രിയരാണ്. ശാസ്ത്ര ഗവേഷണങ്ങളിലെല്ലാം ഏർപ്പെടുന്ന ചിന്തകര്, ബുദ്ധിമാന്മാര്, നിയമനിർമ്മാതാക്കളെല്ലാം ബ്രാഹ്മണരാണ്. ബാക്കിയുള്ള എല്ലാ ജോലികളും അവർക്ക് അവരുടേതായ ജോലി ചെയ്യാനുള്ള ജ്ഞാനമുണ്ട്. ഒരു ഡോക്ടറാണെങ്കിൽ ആ വിഷയം പഠിച്ചിട്ട് അവർ ആ നിലയിൽ കഴിയും. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ആ വിഷയം പഠിച്ച് അവരുടെ കാര്യം ചെയ്യും. ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ആ അക്കൗണ്ടൻസി എല്ലാം പഠിച്ചിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം വൈശ്യരാണ്. അതായത് റാങ്കുകാർ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്തുള്ള ഈ സെക്കൻഡ് ഒരുമാതിരി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എല്ലാം പറഞ്ഞവർ ആ കാറ്റഗറിയാണ്.
പിന്നെ ഒരു വിഭാഗത്തിന് ഈ പഠിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. അങ്ങനെ എന്നെ കൊണ്ട് പഠിക്കാനും പറ്റില്ല, അങ്ങനെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. അവരാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ ഈ മൂന്നാളും വേണം. നമ്മളെ വീട്ടിൽ തന്നെ ഒരു മകൻ പഠിക്കാൻ നല്ല താല്പര്യമുള്ളവനായിരിക്കും, അവൻ പഠിക്കാനുള്ള ഭയങ്കര മിടുക്കനായിരിക്കും, അപ്പം ബ്രാഹ്മണനാണ്. പക്ഷെ അവനോട് പോയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ആ പേപ്പർ ഒന്ന് ശരിയാക്കിയിട്ട് വാങ്ങുന്ന അവിടെ തന്നെ ഒന്നും പറ്റില്ല, ഞാനവിടെ പോയ ഒന്നും നടക്കില്ല. ഇപ്പം വേറൊരുത്തരുണ്ടാവും ഭയങ്കര ആക്റ്റീവായിരിക്കും, അവൻ പറയും ഞാൻ പോയി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ പോകും, പക്ഷേ അവൻ പഠിക്കാനൊന്നും വലിയ കൊള്ളില്ല, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പോയിട്ട് അവിടെ പോയിട്ടെല്ലാം ശരിയാക്കി അവൻ വരും. അവൻ ക്ഷത്രിയനാണ്. ഇവനെ പഠിക്കാൻ കൊള്ളാം, അല്ലാതെ പറഞ്ഞു വിട്ടാലൊന്നും ശരിയാവില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മക്കൾ. ബാക്കിയുള്ള ജനറൽ കാര്യങ്ങൾ അവന് നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന മക്കളുണ്ട്. അത് മൂന്നാമത്തെ. നാലാമത്തെന്ന് ഒരുത്തം പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ പോകാനൊന്നും പറ്റില്ല, പിന്നെ ചേട്ടനായിട്ട് പോയിട്ട് അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, ഞാൻ അതുവരെ ചെയ്താൽ. ഇന്നത്തെ ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ കൊണ്ടാകും പറ്റില്ല, അന്ന് എനിക്ക് ശരിയാവുന്നില്ല. വേണ്ടിക്ക് ഞാൻ പ്ലേറ്റ് കഴുകി തരികയോ ഇല്ലേ വേണ്ടിക്കല് വല്ലതും അരിഞ്ഞിട്ട് തരികയോ അല്ല വേണ്ടിക്ക് ഞാൻ ചെയ്യാം, അതൊന്നും ഞാൻ ശരിയാക്കിയ ശരിയല്ല. സ്വയമേ കുറച്ച് സേവനം നടത്താൻ താല്പര്യമുള്ള സ്വഭാവം, ഈ നാലും ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ തല ബ്രാഹ്മണനാണ്. കയ്യോട് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റാ അതൊന്നും എനിക്ക് പറ്റൊന്നുമില്ല, ഞാൻ വേണ്ടിക്ക് വല്ലവനും 2 അടി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയാണ് എന്തും എടുത്തു തരാനുള്ള. അപ്പൊ ഇത് ക്ഷത്രിയനാണ്. ഇതിനെല്ലാം വേണ്ട എല്ലാ സേവനങ്ങളും നടക്കുന്ന ഈ ശരീരമുണ്ടല്ലോ, അത് വൈശ്യനാണ്. പിന്നെ കാല് എന്ന് പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ എവിടെയെങ്കിലും വേണ്ടിക്ക് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് അത് എവിടെ എത്തിച്ചേരാം, നിങ്ങൾ എവിടെ എത്തിക്കണോ, യുദ്ധക്കളത്തിലേക്ക് വേണോ ഞാൻ എത്തിച്ചു തരാം, അല്ല ബഹിരാകാശത്തേക്ക് പോകണ്ടെങ്കിലും ഞാനും പോയിട്ട് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ടെല്ലാം അങ്ങ് എത്തിച്ചോളാം. പക്ഷെ അതിൻ്റെ ബുദ്ധിയെല്ലാം നിങ്ങൾ പ്രയോഗിച്ചോളാം. പക്ഷെ ഇത് നാലും ആവശ്യമാണ്. നമ്മളെ ജാതി പറഞ്ഞിട്ട് നമ്മളെ തല വെട്ടി മാറ്റും. ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് തല മതി, ബാക്കിയല്ലേ ഇതാ ഞാൻ എടുത്ത് വെട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് വെട്ടിക്കളയലില്ല. നമുക്ക് മനുഷ്യരുടെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം വെട്ടി പലതാക്കി മാറ്റാൻ പറ്റും. പക്ഷേ സമൂഹത്തിന് ഇതെല്ലാം ആവശ്യമാണ്. ആ ചാതുർവർണ്ണയമാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ ജാതി വ്യവസ്ഥയല്ല. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണെങ്കിൽ അവിടെ ഒരു തലവൻ. ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ചിന്തകരാരായിരുന്നു? കാറൽ മാർക്സ്. കമ്മ്യൂണിസം പറയുന്നത് അവിടെ ഈ ജാതി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാറൽ മാർക്സിന് ചിന്തിക്കാനും എഴുതി വെക്കാനേ പറ്റിയുള്ളൂ. അത് എഴുതാൻ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു, ഏഞ്ചൽസ് അതെല്ലാം പ്രചരണം നടത്താനെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. മാർക്സ് എന്ന് പറയുന്നത് ചിന്തകനാണ്. അയാൾക്ക് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ അതിലാണ് അദ്ദേഹം ഷൈൻ ചെയ്തത്. പിന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു കക്ഷിയെല്ലാം ഉണ്ടായിരുന്നു, അതായത് വൈശ്യർ എന്ന് പറയുന്നതാണ് ഏഞ്ചൽസ്. അദ്ദേഹമാണ് ഇതിനെല്ലാം അറേഞ്ച് ചെയ്തത്. ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തതിന് പിന്നിലുള്ളത് ഏഞ്ചൽസ് ആണ്. ലെനിൻ എന്താണ് ചെയ്തത്? നടപ്പാക്കിയ ക്ഷത്രിയനാണ്. ലെനിനാണ് ക്ഷത്രിയൻ. മാർക്സ് ചിന്തകനാണ്, ബ്രാഹ്മണനാണ്. ലെനിൻ ക്ഷത്രിയനാണ്. ഏഞ്ചൽസ് ഈ വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു കൊടുത്തവരാണ്. അപ്പൊ എത്ര വലിയ ശാസ്ത്രജ്ഞന്മാരായാലും ചിന്തകന്മാരായാലും അവർക്ക് പിന്നിൽ അത് പ്രചരിപ്പിക്കാനുള്ള ശക്തിവിശേഷമുണ്ട്, അത് നടപ്പാക്കാനുള്ള. ഇപ്പൊ തെങ്ങുമ്പ കയറുന്ന ആ ഉപകരണം കണ്ടുപിടിച്ചവൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക, പക്ഷെ അവൻ അതിൻ്റെ തെങ്ങുമ്പ കയറാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. തെങ്ങുമ്പ കയറുന്നത് വേർത്തെ അതിനൊന്ന് കയറി നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ 4 വിഭാഗങ്ങൾ സമൂഹത്തിലുണ്ട്, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ.
ചിന്തകന്മാർക്ക് നയിക്കാൻ പറ്റൂല, വായു കൊണ്ട് അടിക്കും. അതുകൊണ്ടാണ് ബ്രാഹ്മണരല്ല ഭരണത്തിന്റെ തലപ്പത്തിരുന്നത് ക്ഷത്രിയർ തന്നെയാണ്. ഉയർന്നത് ബ്രാഹ്മണനാണെങ്കിലും ഭരണത്തിന്റെ തലപ്പത്ത് കയറിയിരുന്നത് ക്ഷത്രിയരാണ്, രാജാക്കന്മാരാണ്. ബ്രാഹ്മണരെ ഉപദേശിക്കാൻ അടുത്ത് നിന്നിട്ടേ ഉള്ളൂ. പിന്നെ നിർബന്ധിച്ച ചിലവരെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നൈക്കണ്ടിക്കില് ക്ഷത്രിയനെ പറ്റുള്ള ആ സ്വഭാവം ഉണ്ടാവുക. അവർക്ക് ബുദ്ധിയല്ല പ്രധാനം, ധീരത. അങ്ങനെ 4 തരം മനുഷ്യരുണ്ട്, എല്ലാത്തിലും 4 ഉണ്ട്. അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഉണ്ടാക്കിയ ജാതി വ്യവസ്ഥയല്ല ഇവിടെ വിഭാവനം ചെയ്യുന്നത്. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഇനി 14 എന്ത് പറയുന്നു? കർമ്മം എന്നെ ബന്ധിക്കുന്നില്ല. നാം കർമ്മവുമായിട്ട് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നുണ്ട്, അത് ഞാനുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല. ഒരു പോസ്റ്റ്മാൻ്റെ ജോലി ലെറ്റർ കൊണ്ടു കൊടുക്കുകയാണ്, അല്ലാതെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ തുറന്നു നോക്കൽ അവൻ്റെ ജോലിയല്ല. കൊണ്ടു കൊടുക്കുന്നു. ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ തൂക്കിക്കൊല്ലുന്നു. ആ കർമ്മവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. നമ്മൾ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലീസിലാണെങ്കിൽ അവനെ അടിയെന്ന് പറഞ്ഞാൽ അടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. അപ്പം എൻ്റെ ധർമ്മം ശമ്പളം വാങ്ങിയെങ്കിൽ അടിക്കണം, അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം. മുകളിലുള്ളവർ അടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്തില്ല, കർമ്മവുമായിട്ട് എനിക്കൊരു ബന്ധമൊന്നുമില്ല. എന്നോട് പറഞ്ഞു, ഞാൻ അടിച്ചു. അതുപോലെ ഞാനിത് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, ഞാനത് ചെയ്യും. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല. അതുകൊണ്ട് കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ഇവനെ കൊന്നേ പറ്റൂ എന്നുള്ള നിർബന്ധമൊന്നും എനിക്കില്ല. കൊല്ലാൻ പറഞ്ഞ എന്താണ്, സമയത്തുമ്പോൾ ഞാൻ വിസിലടിക്കപ്പോൾ പിടിച്ചു വലിച്ചോളണം, പിടിച്ചു വലിക്കുക, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും എനിക്ക് ഒരാഗ്രഹമില്ല. അവനെ കൊല്ലണമെന്നോ കൊല്ലണ്ടാകുന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ജോലിയാണ്, ആ സമയത്തും ഇത് ചെയ്യണം, ഞാൻ ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ഈ തത്വം അറിയുന്നവൻ കർമ്മബന്ധത്തിൽ അകപ്പെടില്ല. ഇങ്ങനെ ചെയ്യുന്നവൻ കർമ്മബന്ധത്തിൽ അകപ്പെടില്ല. നമ്മളപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്യണം. നമ്മൾ കർമ്മം ചെയ്യാമെന്നാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കരുത്. ഈ തത്വം അറിഞ്ഞ് പൂർവികരായ മുമുക്ഷുക്കൾ നിഷ്കാമ കർമ്മം ചെയ്തു. അത് നീയും ചെയ്യണം. മുൻപുള്ള ഋഷികളുമല്ല ഇതേപോലെ തന്നെ, മുൻപുള്ള മഹത്തുക്കളെല്ലാം ഇതേ കർമ്മം ചെയ്തിട്ടുണ്ട്. പലവരും ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പരശുരാമൻ ചെയ്തിട്ടുണ്ട്, രാമൻ ചെയ്തിട്ടുണ്ട്. ശ്രീരാമനും കഥയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീയും ചെയ്തേ പറ്റൂ. വേറെ വഴിയൊന്നുമില്ല. ഫലത്തെപ്പറ്റിയൊന്നും ചിന്തിക്കരുത്. ഇനി 16 കർമ്മം അകർമ്മം എന്നിവ കാര്യത്തിൽ ക്രാന്തദർശികൾക്ക് വരെ ഭ്രമം അകപ്പെട്ടിട്ടുണ്ട്. കർമ്മം അകർമ്മം എന്നെല്ലാം പറയുമ്പോൾ എല്ലാവർക്കൊന്നും അതിലൊരു വ്യക്തത വന്നിട്ടില്ല. കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. നമ്മളെല്ലാം നല്ല ഭക്ഷണം, രുചിയുള്ള ഭക്ഷണം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മം ചെയ്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ് കർമ്മം എന്ന് പറയുന്നത്. അകർമ്മം അതല്ല. നമ്മൾ ചെയ്യേണ്ടത് നീറ്റായിട്ടും ഭംഗിയായിട്ടും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. പക്ഷേ അതിനെപ്പറ്റി ഇപ്പോൾ പറയാം. പാപത്തിൽ നിന്നും മുക്തമാക്കുന്നു. എന്ത് പാപത്തിൽ മുക്തമാക്കുന്ന കർമ്മം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവന് കൊല്ലുന്നത് പാപമാണെങ്കിൽ, ഇവരെയെല്ലാം കൊല്ലുന്നത് പാപമാണെങ്കിൽ അതിൽ നിന്നുള്ള മുക്തമാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. കർമ്മം അകർമ്മം 17 കർമ്മം അകർമ്മം വികർമ്മം ഇവയെ പറ്റി ശരിക്കറിയണം. ഇത് ശരിക്കും മനസ്സിലാക്കണം. കർമ്മം എന്താണ്, വികർമ്മം എന്താണ്,
അകർമ്മം എന്താണെന്നല്ലേ ശരിക്കും മനസ്സിലാക്കണം. കാരണം കർമ്മഗതി അറിയുക വിഷമം പിടിച്ചതാണ്. ഇത് കുറച്ച് വിഷമം പിടിച്ച പരിപാടിയാണ്, ഇത് മനസ്സിലാക്കുക. പിന്നെ 18, കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണുന്നവനാണ് ബുദ്ധിമാൻ. കർമ്മം ചെയ്യുമ്പോൾ എന്താണ് കർമ്മം? എന്താണ്? നമ്മളൊരു യുദ്ധം ചെയ്യണം, ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. പക്ഷേ അതിൽ അകർമ്മം കാണണം, അതെൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യുന്നു. അതിൽ പിന്നെ അത് അധർമ്മിയാണ്, കൊല്ലുക. അപ്പൊ ആ ഒരു വികാരത്തോടെ കൊല്ലണം. അവിടെ ശിഖണ്ഡി പോയത് പ്രതികാരദാഹുവായിട്ടാണ് കൊല്ലാൻ പോയത്. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഭീഷ്മരെ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ കൈയോട്ട് എന്നെ കൊല്ലണമെന്നില്ല. അത് കർമ്മം തന്നെയാണ്, പക്ഷേ അത് അകർമ്മമല്ല. കൃഷ്ണൻ ഇവിടെ അർജുനനെ കൊണ്ട് കൊല്ലിക്കാൻ പറയുന്നത് കർമ്മം തന്നെയാണ്, പക്ഷേ കൃഷ്ണൻ അതുകൊണ്ട് ഒന്നും ലാഭം നേടാനുള്ള, കാരണം ആ സമയത്ത് ആ സിസ്റ്റത്തെ മാറ്റേണ്ട ഉത്തരവാദിത്തം കൃഷ്ണനുണ്ട്. അതുകൊണ്ട് ചെയ്തേ പറ്റൂ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. വേറെ താല്പര്യങ്ങളൊന്നുമില്ല. കാരണം മറ്റേ കക്ഷിയെല്ലാം ബ്രഹ്മം തന്നെയാണ്, എല്ലാം ബ്രഹ്മമാണ്, അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്ന് കൊല്ലുന്നതെന്നുള്ള ചിന്തിക്കുന്നതല്ല. പക്ഷേ ഈ സിസ്റ്റം വേറൊന്നിലേക്ക് പോകണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അപ്പം കർമ്മത്തിൽ അകർമ്മം കാണണം, അകർമ്മത്തിലും കർമ്മം കാണണം. അപ്പോൾ കൃഷ്ണൻ അകർമ്മമാണ് ചെയ്യുന്നത്, കൃഷ്ണന് വേറെ സ്വാർത്ഥ താല്പര്യമൊന്നുമില്ല. ഭീഷ്മരോട് ദേഷ്യമൊന്നുമില്ല, എന്നിട്ടും അർജുനനോട് കൊല്ലാൻ വേണ്ടി പറയുകയാണ്. കാരണം എന്താണ്? അത് ചെയ്തേ പറ്റൂ, ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ കർമ്മം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നിഷ്കാമ കർമ്മമാണ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ചും മറിച്ചും രണ്ടും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ നോട്ടത്തിൽ വ്യത്യാസമില്ല. പക്ഷെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെൻ്റെ ജോലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യുമ്പോഴും കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല, എനിക്ക് എൻ്റെതായ താല്പര്യമില്ല. പക്ഷേ അപ്പോൾ കർമ്മത്തിൽ അകർമ്മം, കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് എൻ്റെതായ താല്പര്യമില്ല. അകർമ്മത്തിൽ കർമ്മം, ഞാൻ എൻ്റെതായ താല്പര്യമില്ലാതെ ഞാൻ ഒരു കർമ്മം ചെയ്യുകയാണ്, ഭീഷ്മരെ കൊല്ലുകയാണ്. അത് ഒന്നും ചെയ്തില്ല, എനിക്കതിന് താല്പര്യമൊന്നുമില്ല, ഞാൻ ചെയ്യാൻ വിധിച്ചാണ് ചെയ്യാണ്. പക്ഷെ അതും കർമ്മം തന്നെയാണ്, അതൊരു കർമ്മം തന്നെയാണ്, എല്ലാം കർമ്മം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നതും കർമ്മമാണ്, സ്വാർത്ഥത വെച്ച് ചെയ്യുന്നതും കർമ്മമാണ്. സ്വാർത്ഥത ഇല്ലാതായിട്ട് ചെയ്യാതെ ഒരു ധർമ്മമായിട്ട് ചിന്തിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അത് അകർമ്മമാകുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കി ചുറ്റി പറഞ്ഞാൽ നമ്മളെ താല്പര്യത്തിനില്ലാതെ ലോക കർമ്മ ലക്ഷ്യത്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുക, അവനാണ് ബുദ്ധിമാൻ, അവനാണ് യോഗി, അവൻ എല്ലാ കർമ്മവും അനുഷ്ഠിക്കുന്നു. അപ്പം അവൻ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരാളെ ജനിപ്പിച്ചാൽ അവനൊരു കർമ്മം ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തതിൻ്റെ ശേഷം മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ, അല്ലാതെ വേറൊരു വഴിയില്ല. നമുക്കൊരു കർമ്മം ചെയ്യാനാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. ആ കർമ്മം നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റൂ, അതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ശരിയും തെറ്റും ഒന്നും നോക്കണ്ട, ചെയ്തങ്ങ് കൊടുത്തേക്കുക. എന്തോ കൊണ്ടുപോയി തൊലിയോ എന്തോ ആകട്ടെ, എന്നെ ഇതിനു വേണ്ടി ജനിപ്പിച്ചതാണ്, ഞാൻ ചെയ്തേ പറ്റൂ, ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ പാപവുമില്ല, പുണ്യവുമില്ല, ഒന്നുമില്ല, ഞാൻ ചെയ്യുക. അല്ലാതെ ഞാനാണ് ഇത് ചെയ്യുന്നത്, ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ പാപചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്ന് ആകെ കുഴഞ്ഞ് രാത്രി ഉറക്കമില്ലാതെയാകും. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ്, നമുക്കതിൽ നിന്ന് മാറാൻ പറ്റില്ല. ചുരുക്കത്തിൽ നമ്മളെ ഒരു കർമ്മം ചെയ്യാനാണ് സൃഷ്ടിക്കുന്നത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്
ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് വേണ്ടി എന്ന നിലയിൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ചെയ്തേ പറ്റും. അപ്പോൾ പിന്നെ ഞാനെന്ന ചിന്തയില്ലാതെ എല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത് എന്ന ധാരണയോടുകൂടി അതിനായിക്കൊണ്ട് ചെയ്തു കൊടുക്കും. അപ്പം ഞാനെന്ന ചിന്ത ഒഴിവായിക്കൊണ്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന കർമ്മമെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് ഞാനെന്ന ചിന്ത വെച്ച് ചെയ്യാതിരിക്കുക. ഇതെല്ലാം ഞാൻ ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ്. എനിക്ക് വേണ്ടി എന്ന ചിന്ത, അതിനുള്ള ഒറ്റൊരു മാർഗമേ ഉള്ളൂ. എനിക്ക് വേണ്ടി എന്ന ചിന്ത ഒഴിവാക്കുക. അപ്പം പിന്നെ ആർക്ക് വേണ്ടിയാണ്? ലോകത്തിന് വേണ്ടി. ഈ ലോക സൃഷ്ടി നടത്തുന്ന ആ കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുവാൻ വേണ്ടി, ആ ലക്ഷ്യത്തോടു കൂടി ചെയ്യുക. അപ്പോൾ ആ അകർമ്മം എന്തുകൊണ്ടാണ് ആകുന്നത്? യഥാർത്ഥത്തിൽ ഞാനല്ല ചെയ്യുന്നത്. ഞാനൊരു കൊടുവാള് കൊണ്ട് ഒരു ചെടിയെ വെട്ടിയാൽ വെട്ടുന്ന കൊടുവാളാണെങ്കിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഈ ശരീരം എന്നത് ഒരു ഉപകരണം മാത്രമാണ്, അത് ഞാനല്ല. ഈ ശരീരം ഞാനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ വെട്ടുകയാണെങ്കിൽ അത് ഞാൻ ചെയ്യുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്നിലൂടെ ചെയ്യിപ്പിക്കുമ്പോൾ ഏതൊരു ശക്തിയാണോ അത് ചെയ്യിപ്പിക്കുന്നത്, ആ ശക്തിയാണ് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. എനിക്ക് ഇല്ല. ഇപ്പം കോടതിയുടെ വിധി പ്രകാരം ഞാൻ ഒരാളെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കോടതിക്കാണ്, എനിക്കില്ല. അതുപോലെ ഞാനെന്ന ചിന്തയുണ്ടാകുമ്പോൾ ഞാനാണ്. അതില്ലാതെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്തേ പറ്റൂ. പക്ഷേ ഞാനെന്ന ചിന്ത ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഞാനെന്ന ചിന്ത വെച്ചുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരില്ല, അല്ല ചെയ്യുന്നില്ല. എല്ലാം ആ ശക്തിയാണ് ചെയ്യിപ്പിക്കുന്നത്. അതാണ് ആ ശക്തിയിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ട്. അപ്പോൾ എന്തില്ല? പാപം ഇല്ല. ഇനി 19 എന്ത് പറയുന്നു? സർവകർമ്മങ്ങളും ഫലേച്ഛ കൂടാതെ ചെയ്യുന്നവൻ തന്നെ പണ്ഡിതൻ. അങ്ങനെ ചെയ്യുന്നതാണ് ഫലം ഇച്ഛിക്കാതെ. അപ്പോൾ ആ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടണമോ വേണ്ടയോ എന്നെല്ലാം, എന്ത് ഫലം കിട്ടണമെന്നെല്ലാം ആ ശക്തിക്കേ അറിയുകയുള്ളൂ, നമുക്കല്ല. അതിൻ്റെ ഫലം കിട്ടണമോ കിട്ടണ്ടേ എന്നുള്ളതെല്ലാം അതിലധിഷ്ഠിതമാണ്. ഞാനൊരു മഴുകൊണ്ട് ഒരു മരത്തെ വെട്ടുന്നുണ്ടെങ്കിൽ മുറിക്കണം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് വെട്ടുന്നുണ്ടെങ്കിലേ അത് മുറിയുള്ളൂ. അല്ലാതെ വെറുതെ ഒന്ന് അഭിനയത്തിനൊന്ന് വെട്ടുന്ന മാതിരി ആക്കിയാണെങ്കിൽ അത് മുറിയാൻ പോകുന്നില്ല. അപ്പം കൊടുവാളിന് അറിയില്ല യഥാർത്ഥത്തിൽ മുറിക്കാൻ വേണ്ടിയാണോ വെട്ടാൻ പോകുന്നത്, അല്ല ഒരു അഭിനയമാണോ എന്നൊന്നും കൊടുവാളിന് അറിയില്ല. അതുപോലെ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ ശക്തിക്കേ അറിയുള്ളൂ അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു യുദ്ധമുണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടും യുദ്ധം ചെയ്യിപ്പിക്കുന്നതും ആ ശക്തിയാണ്. ആ ശക്തി തന്നെയാണ് എതിര് നിൽക്കുന്നതും ആ കർമ്മം ചെയ്യുന്നത്. പക്ഷേ അതിൽ ആര് ജയിക്കുമെന്നുള്ളത് കാലത്തിന് പറയാൻ പറ്റുകയോ. അതുപോലെ നമ്മൾ കാണണം. അപ്പം ഫലേച്ഛ കൂടാതെ ചെയ്യപ്പെടുന്നവനാണ് പണ്ഡിതൻ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫലത്തെ ഇച്ഛിക്കരുത്, എനിക്ക് വേണ്ടിയാണെന്നും ചിന്തിക്കരുത്. അവൻ്റെ ജ്ഞാനാഗ്നിയിൽ കർമ്മം ലയിച്ചു പോകും. അപ്പോൾ അവൻ്റെ ആ അറിവിൽ കർമ്മം ലയിച്ചു പോകും. കാരണം അവനത് മറ്റാർക്കു വേണ്ടി, മറ്റാർക്കും അല്ല, ഉള്ളിലുള്ള ശക്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മം അവൻ്റേതല്ല, യഥാർത്ഥത്തിൽ ആ ശക്തിയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. ഈ ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മുടേതായിട്ട് മാറില്ല, അതിൻ്റെ എഫക്റ്റും നമുക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പാപവും നമുക്ക് ഇല്ല. നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് പാപം നമ്മിൽ വരുന്നത്. അല്ലെങ്കിൽ പാപം ഏതൊരു ശക്തിയാണോ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്
അതിലാണ്. അതുകൊണ്ടാണ് അത് അകർമ്മം എന്ന് പറയുന്നത്. ഞാനല്ല ചെയ്യുന്നത്, എന്നിലുള്ള ശക്തി എന്നിലൂടെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ കർമ്മം എൻ്റെ കർമ്മമല്ല, ഞാനതിനൊരു ഇടനിലക്കാരൻ മാത്രം. അപ്പം യഥാർത്ഥ കർമ്മം ചെയ്യുന്നത് ആ ശക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ കൃഷ്ണൻ എന്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇവരെയെല്ലാം ഞാൻ പണ്ടേ കൊണ്ടിട്ടുണ്ട്, നീ ഒരു നിമിത്തം മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളതിൻ്റെ ഒരു ചട്ടുകമാകുന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ശക്തിക്കാണ്. എപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്ന് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്ന ചിന്ത വന്നു പോയാൽ നാം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റും. ഇനി 20, കർമ്മഫലത്തിൽ ആസക്തി വെടിഞ്ഞ് അപ്പം അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കരുത്. എപ്പോഴും തൃപ്തനായി ഒന്നിനെയും ആശ്രയിക്കാതെ. അതുകൊണ്ട് ഒരാൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ മറ്റവനോട് ചോദിക്കും, എന്നോട് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ തന്നെ തീരുമാനിച്ച് ചെയ്യുക. കർമ്മഫലത്തിൽ ആസക്തി, അതുകൊണ്ട് കർമ്മഫലത്തിൽ അതിൻ്റെ ഫലത്തെപ്പറ്റി ഇച്ഛിക്കണ്ട. നീ എപ്പോഴും തൃപ്തനായിരിക്കണം. അതായത് ഫലം ഉണ്ടായാലും ഫലം കിട്ടിയാലും എല്ലാം അവൻ തൃപ്തിയായിരിക്കണം. കാരണം ഫലം കിട്ടേണ്ടത് നമ്മൾക്ക് അറിയില്ല, ഫലം കിട്ടണോ വേണ്ടതെന്നുണ്ട്. നമ്മളത് ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല, അവൻ്റേതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മളായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളായിട്ട് എന്തുമില്ല, നമുക്ക് സുഖദുഃഖങ്ങളൊന്നും തോന്നും, അതിൻ്റെ അകത്തുള്ള പാപവും പുണ്യമൊന്നും തോന്നില്ല. നമ്മളായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവനൊന്നും ചെയ്യാത്തതിന് സമം അവൻ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നു. അവനല്ല ചെയ്യുന്നത്, അവൻ്റെ ഉള്ളിലുള്ള പ്രേരിപ്പിക്കുന്ന ആ ശക്തിയാണ്, അത് കാലമാണ്. ഇനി 21, അങ്ങനെ അഭിലാഷമില്ലാതെ, അപ്പം നമ്മൾ അഭിലാഷമില്ലാതെ മനോനിയന്ത്രണത്തോടെ മനസ്സിനെ സ്റ്റഡിയാക്കി വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നതിന് പാപം ബാധിക്കില്ല. അതുകൊണ്ട് നീ പാപത്തെപ്പറ്റി ചോദിച്ചു, അത് നിന്നെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം നീക്ക് വേണ്ടിയല്ല അത് നീ ചെയ്യുന്നത്. നിന്റെ മുമ്പിൽ ഒരു കർമ്മം വന്നു നിൽക്കുകയാണ്, അത് നീ ചെയ്യുന്നു. അപ്പോൾ പാപം നിന്നെ ബാധിക്കില്ല. ഇനി 22 മുതൽ 23 വരെ, യാദൃച്ഛികമായി ലഭിക്കുന്നത് കൊണ്ട് സംതൃപ്തൻ. എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യാദൃച്ഛികമായിട്ട്, നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ കർമ്മം ചെയ്തു പോകുന്നു, യാദൃച്ഛികമായിട്ട് വല്ലതും നമുക്ക് കിട്ടുന്നു, അതിൽ സംതൃപ്തനാകുക. സുഖത്തെപ്പറ്റിയും ദുഃഖത്തെപ്പറ്റിയും ചിന്തിക്കാതിരിക്കുക. ജയം പരാജയത്തെപ്പറ്റി രണ്ടും സമമായിട്ട് കാണുക. ജയിച്ചാലും കൊള്ളാം, ജയിച്ചിട്ടില്ലെങ്കിലും കൊള്ളാം. നമ്മൾ കർമ്മം ചെയ്യുന്നു, ജയിക്കുകയോ ജയിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു റോക്കറ്റ് നിർമ്മിക്കുന്ന റോക്കറ്റ് വിടുന്ന ഒരു കേന്ദ്രത്തിൽ നമ്മളും എന്തെങ്കിലും സഹായം ചെയ്തു എന്ന് വെച്ചോളൂ, നമ്മളത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നത് പോവില്ലാതെയല്ലോ അതിൻ്റെ ഡിസൈനെല്ലാം ആശ്രയിച്ചിരിക്കും. അതുണ്ടാക്കിയവൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ബുദ്ധിയെല്ലാം ആശ്രയിക്കും. നമ്മളെന്ത് ചെയ്യുന്നുള്ളൂ, നമ്മളതിലെന്തോ സ്വിച്ച് ചില കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത്രയേ നമുക്കുള്ളൂ. അപ്പം അതിൻ്റെ ഫലവും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം വിധി പോലെ, അതാണ് ഈ വിധി എന്നെല്ലാം പറയുന്നത്. അങ്ങനെ സമചിത്തതയായിട്ട് നിൽക്കുന്നവൻ ബന്ധനത്തിൽ അകപ്പെടില്ല. അപ്പോഴും നമുക്കെന്തില്ല, ബന്ധനമില്ല, ആരോടും ഒരു ബന്ധനമില്ല. നമ്മളിപ്പം കോടതി നമ്മളോട് തൂക്കിക്കൊല്ലാൻ പറയുമ്പോൾ നമ്മൾ തൂക്കിക്കൊല്ലുന്നു. അതിന് നമ്മൾ ആ വ്യക്തി ആരാണെന്നോ എന്താണെന്നോ ആ വ്യക്തിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ടതില്ല. കോടതി പറഞ്ഞിട്ട് ചെയ്യുന്നു, ഞാനത് ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എനിക്കെന്തില്ല, അങ്ങനെ ഒരു ബന്ധനമോ ആരുമായിട്ടൊരു ബന്ധനമൊന്നും അവിടെ വരുന്നില്ല. തനിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി അങ്ങനെ തനിച്ച്
ആർക്കെങ്കിലും വേണ്ടി കൂട്ടുകൂടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പം വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊല്ലുന്നത് ഞാനല്ല, വേറൊരാളാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം കൊല്ലുന്നത് ഉദ്ദേശം അയാളെ മനസ്സിലുണ്ടായതാണ്, എൻ്റെ അല്ല. എന്നോട് പറഞ്ഞു ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പൈസ നല്ല കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊല്ലുന്ന ആരാണ്? മറ്റേ ആൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ അകത്ത് പങ്കാവുന്നുണ്ട്. പക്ഷേ ഇവിടെ തനിച്ച് എന്നൊരു വാക്ക് വരുന്നുണ്ട്, തനിച്ചല്ലാതെ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് എൻ്റെ തലയിൽ തന്നെ കുറ്റം വരും. പക്ഷെ ഇവിടെ മറ്റുള്ളവരെ എന്ന് തനിച്ച്, അപ്പം ആ നിലയിൽ ഞാനല്ല എന്ന് പറയാം. ഇപ്പം ആരെങ്കിലും എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, അപ്പം ഇത് ഞാനൊന്നും ചെയ്യുന്നില്ല, അയാൾ പറഞ്ഞിട്ട് ചെയ്തതാണ്, അതിൽ നിന്ന് എനിക്ക് കൂരാൻ പറ്റും. അപ്പം ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കരുത്. അതൊരു അകർമ്മമല്ല, ഞാനല്ല ചെയ്തത്, ആരാണ്? മറ്റേ ആൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. അപ്പം അതും അകർമ്മത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ അത് അകർമ്മമല്ല, തനിച്ചല്ലാതെ ചെയ്യണം അല്ല. തനിച്ചായിട്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി തനിച്ചായിട്ട് ചെയ്യുന്നതേ ആവുള്ളൂ. അല്ലാതെ തനിച്ചായിട്ട് എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ ബന്ധനത്തിൽ നമ്മൾ അയാളുമായിട്ടുള്ള ബന്ധനത്തിൽ ഏർപ്പെടും. അപ്പോൾ ഈ അകർമ്മമാകണ്ടെങ്കിൽ എന്ത് വേണം? വേറെ വല്ലവരും ചെയ്യിക്കുന്നതും അർക്കകർമ്മമാകില്ല. പക്ഷെ നമ്മളെ മുന്നിലുള്ള ശക്തി, ആ പ്രേരക ശക്തി ബ്രഹ്മം, ആ ബ്രഹ്മം നമ്മളോട് ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമേ ഇത് കാര്യത്തിലെടുക്കാൻ പാടുള്ളൂ, അകർമ്മമായിട്ട് എടുക്കാൻ പാടുള്ളൂ. തനിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി തനിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അർജുനനാണ് ചെയ്യുന്നത്. ബന്ധം ആരുമായിട്ടേ ഉള്ളൂ? ആ പ്രേരിപ്പിക്കുന്ന ആ ബ്രഹ്മവുമായിട്ടേ ഉള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് നമ്മൾക്ക് മുക്തമാകാൻ പറ്റില്ല. ബ്രഹ്മം തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് നമ്മൾ മുക്തമാകില്ല. ആ ബന്ധം എപ്പോഴും നിലനിൽക്കും. അതുകൊണ്ടാണ് എനിക്കായി കൊണ്ട് ചെയ്യുക എന്ന് കൃഷ്ണൻ പറഞ്ഞത്. ആ എനിക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമേ ആകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം ബ്രഹ്മത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ല. എന്നാൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആളെയൊന്നും നമ്മളെ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് തനിച്ച് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി ജ്ഞാനനിഷ്ഠയോടെ യജ്ഞത്തിനായി കർമ്മം ചെയ്യുന്നതിൻ്റെ ജ്ഞാനനിഷ്ഠയോടുകൂടി ഞാൻ ചെയ്യാൻ വിധിക്കപ്പെട്ട കർമ്മമാണ് അത് ഞാൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവൻ്റെ എല്ലാ കർമ്മങ്ങളും നശിച്ചു പോകും. ആ കർമ്മങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഞാനല്ല ചെയ്യുന്നത്, ആ ശക്തി എന്നിലൂടെ ചെയ്യുകയാണ്. ആ നിലയിൽ എൻ്റെ കർമ്മം നശിച്ചു പോകും. ആ കർമ്മം ചെയ്യുന്നത് ആ ശക്തിയാണ്, ഞാനില്ല. എന്നിൽ പിന്നിൽ കിടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ്. അത് തനിച്ചായിരിക്കണം. ആ ഒരു വ്യത്യാസം പ്രത്യേകം മനസ്സിലാക്കണം. വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്ന, അതായത് ബ്രഹ്മത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മം ഞാൻ ചെയ്താൽ എനിക്കല്ല എന്ന നിലയിൽ ഞാൻ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് എനിക്കില്ല. എന്നാൽ വേറൊരാൾ എന്നോട് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ട് അത് ഞാനല്ല അയാളെന്ന് പറഞ്ഞാൽ കോടതി പോലും സമ്മതിക്കില്ല. രണ്ടാക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തനിച്ച് എന്ന വാക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി 24 ബ്രഹ്മമാകുന്ന അഗ്നിയിലെല്ലാം അർപ്പിക്കുന്നവൻ ബ്രഹ്മത്താൽ ഹോമിക്കപ്പെടുന്നു. അവിടെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വരുന്നത്. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ, അപ്പം ബ്രഹ്മത്തിന് വേണ്ടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. അപ്പം എൻ്റെ കർമ്മമെല്ലാം ബ്രഹ്മത്തിൽ പോയി പതിക്കും. അവൻ ബ്രഹ്മം തന്നെയായി മാറും. ബ്രഹ്മമാണ് എന്നെ സൃഷ്ടിച്ചത് എന്തോ കർമ്മം ചെയ്യാനാണ്, അതിനു വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ കർമ്മം ബ്രഹ്മത്തിനായി ചെയ്യുന്നു.
അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ബ്രഹ്മത്തിൽ. നമ്മളുടെ ഉത്തരവാദിത്തം ആരുമായിട്ടേ ഉള്ളൂ? ബ്രഹ്മവുമായിട്ടേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ബ്രഹ്മം തന്നെയാക്കി മാറുന്നു. കാരണം ബ്രഹ്മം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ബ്രഹ്മം എന്തിനാണോ നമ്മളെ സൃഷ്ടിച്ചത് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബ്രഹ്മത്തിന് സമാനം തന്നെ. ഇനി 25 വേറെ ചിലർ ദേവന്മാർക്കായിട്ടുള്ള യത്നം അനുഷ്ഠിക്കുന്നു. ബ്രഹ്മത്തെ വിട്ടിട്ട് ദേവന്മാർക്കായിട്ട് യത്നം അനുഷ്ഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് അനുഷ്ഠിക്കുക? നമ്മൾ വേറെ എന്തോ ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുകയാണ്. ഒരു സ്ഥലത്തെ പരിപാലിക്കാനും ഒരു പ്രകൃതിയുണ്ട്, അത് നശിക്കാതിരിക്കാൻ നമ്മൾ സംരക്ഷിക്കുകയാണ്. പ്രകൃതി എന്നത് ദേവതയാണ്. പിന്നെ നമ്മളെ മുറ്റം ദേവതയാണ്. അതിനെ ശുചിയാക്കി വെച്ചുകൊണ്ട് നമ്മളെ കർമ്മത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുകയാണ്. അവിടെ നമ്മൾ കർമ്മം ആ സ്ഥലത്തോടാണ്, ബ്രഹ്മത്തോട് ചിന്തിച്ചിട്ടല്ല. അതായത് നമ്മളെന്തോ ഒരു കർമ്മം ചെയ്യേണ്ട ആ കർമ്മത്തിൽ ദേവതകൾ ഇൻവോൾവ് ആവുമല്ലോ. നമ്മളൊരു പേന കൊണ്ട് എഴുതിയാണെങ്കിലും പേനയാണ് ഉപയോഗിക്കുന്നത്, പേപ്പറിലാണ് എഴുതുന്നത്. അപ്പം അതിൽ മാത്രമാണ് ആ ദേവതകളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പേനയും പേപ്പറും എല്ലാം ആശ്രയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോവുകയാണ്. ആ ഒരു കർമ്മത്തിൽ മാത്രം ദേവതകളായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് ബ്രഹ്മത്തിന് വേണ്ടിയല്ല, ബ്രഹ്മചിന്തയും വെച്ചിട്ടല്ല. അവനവൻ്റെ ജോലിയിൽ അങ്ങനെ വ്യാപൃതനായിട്ട് പോവുകയാണ്. അപ്പം വേറെ ചിലർ ദേവകൾക്കായിട്ട് യജ്ഞം അനുഷ്ഠിക്കുന്നു. വേറെ ചിലർ ബ്രഹ്മാഗ്നിയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ സമർപ്പിക്കുന്നു. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മത്തിനാണ് പ്ലാൻ. ആ കർമ്മം നമ്മൾ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഈ കർമ്മം ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ചെയ്തു കൊടുക്കുകയാണ്, എൻ്റെ ഒരു ധർമ്മമാണ്. അപ്പം ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പ്ലാനാണ്. നമ്മൾ ജനിച്ച തൊട്ട് മരിക്കുന്നത് വരെയുള്ള നമ്മുടെ കർമ്മങ്ങളാണ് പ്ലാന്. നമ്മൾ ഒരു പ്ലാനുണ്ട്, ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ഞാൻ ചെയ്തു തീർക്കാനുള്ള കർമ്മങ്ങൾ. ആ പ്ലാനിനാണ് എൻ്റെ ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ആ കർമ്മം നമ്മൾ ചെയ്തുകൊണ്ട്, അത് പലതരം കർമ്മങ്ങളായിരിക്കാം, അതിൽ മുഴുകിയിട്ടുകൊണ്ട് ആത്മാവിനെ സമർപ്പിക്കുന്നു. ആ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതായത് നമ്മൾ എന്തിനാണോ ജനിച്ചത്, ആ ജനിച്ചതിന് കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു. ചിലരങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്താലും ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒന്ന് ജയിക്കുന്നുണ്ടെങ്കിൽ ബ്രഹ്മം എന്ന സത്യമാണ്, അതാണ് നമ്മളെ കൊണ്ട് ജയിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി ചെയ്യുക. ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇപ്പം പശുവിനെ പരിപാലിക്കലാണെങ്കിൽ ആ പശുവിനെ പരിപാലിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ അതിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതെൻ്റെ കർമ്മമാണ്. ചിലവർ ആത്മാവിൽ തന്നെ ഞാൻ ജനിച്ചതിന് എനിക്കെന്തെല്ലോ കർമ്മങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ, അത് ചിന്തിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചിലവർക്കും പോകാം. അതായത് അവനവൻ്റെ ജോലിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്. 26 ചിലർ ഇന്ദ്രിയങ്ങളെ സംയമന രൂപമായ അഗ്നിയിൽ അർപ്പിക്കുന്നു. ചിലവർ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് സംയമന രൂപമായ അഗ്നിയിൽ അർപ്പിക്കുന്നു. നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ചിലവർ ശ്രമിക്കുന്നുണ്ട്. അതായത് യോഗികളെല്ലാവുമ്പോൾ, സന്യാസത്തിലേക്കെല്ലാം തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് കേൾക്കുന്നതിനെല്ലാം റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ട് ഇന്നത് ഞാൻ കാണില്ല, ഇന്നത് കേൾക്കില്ല, അനാവശ്യമായ കാര്യത്തിലൊന്നും തലയിടില്ല, ഇന്ദ്രിയങ്ങളെല്ലാം പിടിച്ചു നിർത്തിക്കൊണ്ട് ഒന്നിലും പ്രതികരിക്കാതെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ചിലവർ അങ്ങനെയും പോകുന്നുണ്ട്.
ഇന്ദ്രിയങ്ങളിലൊന്നും താല്പര്യം, കാണുന്നതിലും കേൾക്കുന്നതിലും ഒന്നും താല്പര്യമില്ലാതെ ഇതെല്ലാം ചിലർ ഇങ്ങനെയെല്ലാം പോകുന്നുണ്ട്. ഒന്നിലും തലയിടാതെ ചിലവർ പോകുന്നുണ്ട്. ഈ ലോകകാര്യത്തിൽ ഒന്നും താല്പര്യം, ഒന്നിലും വീട്ടുകാര്യത്തിലും പോലും താല്പര്യമില്ലാതെ അങ്ങനെ അങ്ങ് അതെല്ലാം വിരക്തിയുടെ ലക്ഷണമാണ്. അവരും അങ്ങനെ പോകുന്നുണ്ട്. അവർ ഇന്ദ്രിയങ്ങളെ സംയമനമാകുന്ന അഗ്നിയിലേക്ക് ഹോമിക്കുകയാണ്. മറ്റു ചിലർ ശബ്ദാദികളായ ഇന്ദ്രിയരൂപമായ അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലവരെപ്പോഴും ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം നാരായണനാണ്. എപ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോൾ നാരായണ നാരായണ നാരായണന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും. എന്ത് ചെയ്യുമ്പോൾ നാരായണ നാരായണ നാരായണന് വേണ്ടി നാരായണന് വേണ്ടി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ചിലവരിങ്ങനെ എന്ത് ചെയ്യുന്ന ചില ഓം എന്ന് ജലിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഈ ലോകത്തു നിന്നൊന്നും ഊരാൻ വേണ്ടി ഓം ഓം എന്ന് ജലിച്ചുകൊണ്ടിരിക്കും. അതൊരു കർമ്മം തന്നെയാണ്. അതായത് കർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റും. അങ്ങനെയും ചിലവരുണ്ട്. പിന്നെ എന്താ വേറെ ചില ഇന്ദ്രിയാദി കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും ജ്ഞാനദീപമായ ആത്മസംയമന യോഗാഗ്നിയിൽ അർപ്പിക്കുന്നു. ജ്ഞാനരൂപമായ ആത്മസംയമന യോഗാഗ്നിയിൽ അർപ്പിക്കുന്നു. ഇന്ദ്രിയാദി കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും, ഇപ്പം ഇന്ദ്രിയങ്ങളെയും പ്രാണനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് യോഗയിലുള്ള ചില മെത്തേഡുകളുണ്ട്. നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചിലവരെ ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള പല വഴികൾ പറയുകയാണ്. ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുക, പലതരം യോഗാസനങ്ങൾ എടുത്തിട്ട് അവയവങ്ങളെയെല്ലാം നിയന്ത്രിക്കുക, പ്രാണായാമം എടുത്തിട്ട് പ്രാണനെ നിയന്ത്രിക്കുക, ശ്വാസത്തെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെ ചിലവർ ജ്ഞാനദീപം, അതിന് യോഗം പോലെയുള്ള ജ്ഞാനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആത്മസംയമന രൂപത്തിൽ ആത്മാവിനെ സംയമനപ്പെടുത്തിക്കൊണ്ട് യോഗാഗ്നിയിൽ അർപ്പിക്കുന്നു. ഇതേപോലെ ദ്രവ്യം കൊണ്ട് യജ്ഞം ചെയ്യുന്ന, ഇതേപോലെ തന്നെ വേറെ പല വിഭാഗങ്ങളുണ്ട്. ദ്രവ്യം കൊണ്ട് യജ്ഞം ചെയ്യുക. ചിലവർ എന്തെങ്കിലും ദ്രവ്യത്തിൽ, അതായത് ദ്രവ്യരൂപമാവുന്ന എന്തെങ്കിലും വസ്തുവിൽ യജ്ഞം ചെയ്യുക. വേണമെങ്കിൽ ഇന്നുള്ള ചിലവർ എപ്പോഴും ദൈവത്തിൻ്റെ ഫോട്ടോവും വെച്ചിട്ട് അതിൽ തന്നെ എന്തെങ്കിലും എല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കൂട്ടരും ഈ സമൂഹത്തിലുണ്ട്. ചിലവർ ഭക്തി മൂത്ത് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഗ്രഹങ്ങളെ പടമെല്ലാം എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും അർപ്പിച്ചുകൊണ്ടും അതിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ചിലവരിയ്ക്കുക. അപ്പം മറ്റുള്ള കർമ്മങ്ങളിൽ നിന്നെല്ലാം ഒന്നിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടെ ഒരു യജ്ഞമാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ ചിലർ അങ്ങനെയും പോകുന്നുണ്ട്. പലതരത്തിൽ പോകുന്ന ആൾക്കാരുടെ, അതായത് ഈ ലോകത്തിൽ നിന്നും വിട്ടിട്ട് പോകുന്ന ചിലവരുടെ ലക്ഷണം പറയുകയാണ്. തപസ്സിനെ യജ്ഞമാക്കി കരുതുന്നവർ. ചിലവര് ദ്രവ്യം കൊണ്ട് യജ്ഞം ചെയ്തിട്ട് തപസ്സിന് സമാനം. ചിലവരെന്ത് ചെയ്യും, എപ്പോഴും തൻ്റെ കർമ്മത്തിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുക. ചിലവരുണ്ട് എപ്പോഴും കൃഷികളെ മാത്രം ചിന്തിച്ച് അങ്ങനെ ജീവിച്ചു പോവുക. വേറെ ഒരു വിഷയത്തിനും താല്പര്യമില്ലാതെ കൃഷിയായിട്ട് മാത്രം, ഏത് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃഷിയായിട്ടുള്ള ചിന്തയായിട്ട് മാത്രം പോകുന്ന ചിലരുണ്ട്. നേരത്തെ തപസ് പറഞ്ഞ മാറ്റി ഇതെല്ലാം തപസ്സിൻ്റെ രൂപമാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ, അല്ലെങ്കിലോ യോഗത്തെ യജ്ഞമായി കരുതുക. യോഗം ബ്രഹ്മത്തെയും നമ്മുടെ ശരീരത്തെയും യോഗം ഒന്നിപ്പിക്കാനുള്ള യജ്ഞമായിട്ട് ചിലവർ ശ്രമിക്കുന്നുണ്ട്. ചില സന്യാസി മതത്തിലേക്കെല്ലാം പോകുമ്പോൾ അതാണ് യോഗാഭ്യാസത്തിലൂടെ ശരീരത്തെയും മനസ്സിനെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമമായിട്ട് നടക്കുന്നുണ്ട്. സമൂഹത്തിൽ പലതരത്തിലുണ്ട്. ചിലർ എന്ന് പറഞ്ഞ ഭൂമിയാണ്. വിദ്യാഭ്യാസമായ ജ്ഞാനത്തെയും യജ്ഞമായി കരുതുന്നവർ. അപ്പം പുതിയ പുതിയ ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് അതിൽ മുഴുകിക്കഴിയുന്ന ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ശാസ്ത്രജ്ഞന്മാരെല്ലാം വേദങ്ങൾ പഠിക്കുക, വലിയ സയൻസ് പഠിക്കുക, ജ്ഞാനം നേടാൻ ശ്രമിക്കുക. ഈ പ്രപഞ്ച രഹസ്യം എന്താണെന്നുള്ള ചിന്തയിൽ ഒരു യോഗിയെപ്പോലെ
തപസ്സിരിക്കുന്നത് പോലെ എപ്പോഴും അവൻ്റെ മനസ്സ് ഈ പ്രപഞ്ച രഹസ്യം കണ്ടെത്തുന്നതിന് വേണ്ടി പോകും. അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ അതേ ഫീൽഡിലേക്ക് തന്നെ പോകുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള പോകുന്നവ കുറേ കർമ്മങ്ങളും ഈ ലോകത്തിൽ നടക്കുന്നുണ്ട്. എന്തിന്? ഏകാഗ്രമായി ഒരു വിഷയത്തിൽ മാത്രം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. ചിലവരെ കർമ്മത്തിൻ്റെ പേരിൽ, ചിലത് ബുദ്ധി ഉപയോഗിച്ചിട്ട് സത്യം നേടുന്നതിന്, ഇങ്ങനെയെല്ലാം അതിൽ മാത്രം ഒരു തപസ് എന്ന രൂപത്തിൽ ചിന്തിച്ചു പോകുന്നവരും ഈ രൂപത്തിൽ ഉണ്ട്. പിന്നെ 29 പറയാണ്, ചിലർ പ്രാണായാമത്തിലൂടെ മുകളിലോട്ടും താഴോട്ടേക്കും പോകുന്ന പ്രാണനെയും അപാനനെയും ഏകോപിപ്പിക്കുന്നു. അത് യോഗയിലുള്ള വേറൊരു വഴിയാണ്. നമ്മുടെ ശരീരത്തിൽ നാഡികളിലൂടെ സിഗ്നൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. തലയിലൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ആ സിഗ്നൽ കൈൻ്റെ അറ്റത്ത് തന്നെ വന്നിട്ട് കൈയോട് പറയും പോയി അടിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പോയി വല്ലവരും അടിക്കുന്നത്. തലയിൽ നിന്ന് വരികയാണ്. എല്ലാം തിരിച്ചുമുണ്ട്. കൈ എന്തെങ്കിലും സ്പർശിക്കുമ്പോൾ ആ സിഗ്നൽ തലയിലെത്തും, അവിടെ ചൂടുണ്ടെന്ന്, അപ്പോൾ കൈയോട് വരും മാറിപ്പോകും. അപ്പോൾ ഒരു സിഗ്നൽ സിസ്റ്റം മുകളിലോട്ടേക്കും താഴോട്ടേക്കും, അതിനാണ് പ്രാണനും അപാനനും എന്നെല്ലാം. അത് നാഡികളാണ്, നാഡികളിലൂടെ പോകുന്ന സിഗ്നൽസാണ്, ഇലക്ട്രിക് സിഗ്നൽസാണ്. സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സിഗ്നൽ നാഡികളിലൂടെ പോകുന്നുണ്ട്. അതിനെ നിർത്തിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് യോഗയിലൂടെ ഈ നാഡികളിലൂടെയുള്ള സംചാരം നമ്മൾ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു അവയവങ്ങളെയും പ്രവർത്തിക്കാതെ വെച്ചിട്ട് മനസ്സിനെ ഏകാഗ്രമായിട്ട് വെച്ചിട്ട് ഇവയെ നിർവീര്യമാക്കുക, യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് പ്രാണൻ അപാനന്മാരെ ഈ സിഗ്നൽ സിസ്റ്റത്തെ അങ്ങ് നിർവീര്യമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ്. യോഗയിലുള്ള മെത്തേഡാണ്. അതിലൂടെ നമ്മളെന്താവും? ഈ ബാഹ്യ ലോകവുമായിട്ടുള്ള ബന്ധമെല്ലാം തീരും. മറ്റു ചിലർ ആഹാരത്തെ നിയന്ത്രിച്ചുകൊണ്ട് 30 പ്രാണങ്ങളെ പ്രാണനിൽ തന്നെ ഹോമിക്കുന്നു. ആഹാരം നിയന്ത്രിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലും നടക്കും, വലിയ പ്രയാസമൊന്നുമില്ല. വെള്ളം മാത്രം കഴിക്കുക, അത്യാവശ്യം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അതാർക്ക് പറഞ്ഞിരിക്കുന്നതാണ്? സന്യാസി. അവൻ്റെ ജീവൻ നിലനിർത്തുവാനുള്ള ഭക്ഷണം മാത്രം വല്ലവരോടും ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കുക. സന്യാസിയുടെ ജീവിതമാകുമ്പോൾ എല്ലാം വിട്ടറിഞ്ഞു പോകണം, ഒന്നും സംഭരിച്ച് വെക്കാൻ പാടില്ല. എന്തെങ്കിലും അത്യാവശ്യം വിശപ്പ് തോന്നിയാണെങ്കിൽ ആരോടെങ്കിലും കൈ നീട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതലൊന്നും വാങ്ങാൻ പാടില്ല. ജീവൻ നിലനിർത്താൻ മാത്രം അപ്പോഴുള്ള, അത് സംഭരിച്ചും വെക്കാൻ പാടില്ല. അങ്ങനെ ആഹാരവും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഈ ലോകമായിട്ടുള്ള ബന്ധമെല്ലാം താല്പര്യമെല്ലാം തീരും. ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ. അവൻ്റെ എല്ല് കുത്തിയിട്ടാണെന്നെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടില്ല. അവൻ ഇതെല്ലാം കാട്ടിക്കുന്ന അവൻ്റെ എല്ല് കുത്തിയിരിക്കുക ഭക്ഷണം എന്ന് പറയുന്നതെല്ലാം കേട്ടിട്ടില്ല. അത് തന്നെ, അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെന്നെല്ലാം വിട്ടുപോയിക്കോളും. അതും ചിലവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ നമ്മളെ കർമ്മങ്ങളെ നിയന്ത്രിച്ചിട്ട് ഈ ലോകമായിട്ടുള്ള ബന്ധം പോകുമ്പോൾ തന്നെ എന്ത് പറ്റും? പാപമെല്ലാം അകലും. ഇങ്ങനെ യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവൻ പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞശിഷ്ടമായ ഇങ്ങനെയുള്ള യജ്ഞങ്ങളിലൂടെ വല്ലതും കിട്ടുന്നതിനെ ഭുജിക്കുന്നു. അപ്പം ഇത്തരം പറഞ്ഞ വഴികളിലൂടെയെല്ലാം യജ്ഞത്തിൽ നിന്ന് കിട്ടുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് ഭുജിച്ചിട്ട് ജീവിതം കഴിക്കുകയാണ്. ഭക്ഷണം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ നിലനിർത്താൻ മാത്രം കഴിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ശിഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശിഷ്ടം കിട്ടിയാലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റും. ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭക്ഷണമാണ്. അതിൽ കുറച്ച് കൂടുതലായി പോയാൽ കയ്യെല്ലാം അധികം ഒന്ന് അലക്കിയെന്ന് വരും. അപ്പം അതിന് മാത്രം ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ, കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കൃഷിയിൽ മാത്രം താല്പര്യത്തിലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ കൃഷി അങ്ങനെ വർദ്ധിപ്പിക്കണം, അതിന് വേണ്ടിയിട്ട് കൃത്രിമം മഴ ഉണ്ടാക്കണം, എന്തെല്ലാം മെത്തേഡ് നല്ല അന്വേഷിച്ച് പഠിച്ച് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം പോയി. പിന്നെ അവൻ്റെ താല്പര്യത്തിനായി
ചെയ്യുന്ന കർമ്മം അങ്ങനെ ചെയ്തങ്ങ് പോവുക. കൃഷിയാണെങ്കിൽ അങ്ങ് ചെയ്തു പോവുക. അവൻ ഈ ലോകത്തിൽ വേറെ അതടുത്തേൽ പറയുന്നുണ്ട്, ഭുജിക്കുന്ന പരബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞം ചെയ്യാത്തവന് ഈ ലോകം തന്നെയില്ല. അങ്ങനെയുള്ളവന് അപ്പം അവന് ചെയ്യുന്ന യജ്ഞമെല്ലാം എന്താണ്? അവന് വേണ്ടിയിട്ടല്ല. സമയത്തിന് ഓരോ കാലത്തിനും അവൻ ചെയ്തു തീർക്കേണ്ട കർമ്മമുണ്ട്, അവന് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ അവന് ലോകം തന്നെയില്ല. ഈ ലോകത്തെ പറ്റി ചിന്തിച്ചൊന്നും അല്ല അവൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരെന്നും ഇപ്പം ചിലവർ കൃഷി ചെയ്യും. ചടങ്ങിന് രാവിലെ എണീച്ചിട്ട് എന്തായാലും ചെയ്യണമല്ലോ, അത് ചെയ്തങ്ങനെ പോകും. അവനെ സംബന്ധിച്ചിടത്തോളം ലോകം തന്നെ ഇല്ല. പിന്നെ പാപം എങ്ങനെയുണ്ടാകുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് പാപവുമില്ല. പക്ഷെ ഇതെല്ലാം എന്തിനുള്ളതാണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള പോക്കാണ്. അല്ലാതെ അർജുനനെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനെ ഞാനും പോയാൽ മതി എന്നാണ്. ഇങ്ങനെ പോകുന്നവരും ഉണ്ട്. അതാണ് ഇനി അടുത്തയിലേക്ക് പറയാൻ പോകുന്നത്. ഇനി 32 ഇങ്ങനെ പല മാർഗങ്ങൾ ബ്രഹ്മാവ് വിവരിച്ചു തന്നിട്ടുണ്ട്. ബ്രഹ്മാവ് പല ആൾക്കാർക്കുള്ള കർമ്മങ്ങൾ ഇങ്ങനെയെല്ലാം വിവരിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അവയെല്ലാം തന്നെ കർമ്മത്തിൽ അധിഷ്ഠമാണ്. പക്ഷെ അതെല്ലാം തന്നെ ഒരു കർമ്മത്തിലൂടെ തന്നെയാണ് പോകുന്നത്. കൃഷി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുക, അല്ലെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കുക. ഭക്ഷണം നിയന്ത്രിക്കുന്ന ഒരു കർമ്മം തന്നെയാണ്. അപ്പം ഇതെല്ലാം കർമ്മത്തിലൂടെയാണ്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു പരിപാടി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ട്, അല്ലാതെ വെറുതെ ഇരിക്കുന്ന പരിപാടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയെല്ലാം ഓരോ മനുഷ്യർ പോകുന്നത്. ഇതെല്ലാം ഓരോ ആൾക്ക് കർമ്മം തീരുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലാണ് അവൻ പോവുക. ഒരാളുടെ കർമ്മം, ജീവിതത്തിൽ കർമ്മം ചെയ്യാനാണല്ലോ ജനിച്ചിരിക്കുന്നത്. ആ കർമ്മം തീരുമ്പോൾ അവസാനം കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പേരിന് ഉള്ള ചെയ്തു പോവുക. അത്രയും അവനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവൻ്റെ ജോലിയാണ് തീർന്നു. പിന്നെ വേറെ ആളെ കൊണ്ട് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം റിട്ടയർ ആകുമ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും തരില്ല. പിന്നെ എന്തെങ്കിലും മിച്ചമുണ്ടൊക്കെ അതെല്ലാം ചെയ്തിട്ട് അങ്ങനെ പോകുന്ന പരിപാടിയാണ് ഇത്. ഇനി 33 ദ്രവ്യമയമായ ജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠം ജ്ഞാനമയമായ യജ്ഞമാകുന്നു. അപ്പോൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിനെക്കാട്ടിയും ശ്രേഷ്ഠമായത് ജ്ഞാനത്തിലൂടെ നേടുന്ന കർമ്മം തന്നെയാണ്. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മം തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നതിനെക്കാട്ടിയും ശ്രേഷ്ഠം. കാരണം എല്ലാം ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. ജ്ഞാനത്തിലാണ് എല്ലാം പര്യവസാനിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുകയാണ്, ശരിയായ നിലയിലെങ്കിൽ അത് പൊളിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമോ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന്. അപ്പോൾ അവസാനം ശരിയായാലും തെറ്റായാലും അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ജ്ഞാനത്തിൽ തന്നെയാണ്. നമ്മൾ തോന്നുന്ന മരയിലെ അങ്ങ് മറ്റേടത്തേക്ക് പോകണം, ഒരൊറ്റ പോക്കങ്ങ് പോവുക, ഒരു റോഡ് കണ്ടപ്പാട് അങ്ങേക്ക് പോവുക. അവിടെ എത്തുമ്പോൾ അവിടെ വഴി അടഞ്ഞു കിടക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവിടെ പിന്നെ തിരിച്ചു വരേണ്ടി വരും. അപ്പോഴെന്താണ്? ജ്ഞാനം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അവസാനം ജ്ഞാനത്തിൽ തന്നെയാണ്. നല്ല വഴിയിലോ മോശം വഴി ഏത് വഴിയിലും പോയാൽ അവസാനം എത്തിച്ചേരുന്നത് ജ്ഞാനത്തിൽ തന്നെയാണ്. ഇനി 34 സത്യം അറിഞ്ഞവൻ എനിക്ക് ജ്ഞാനം ഉപദേശിക്കും. അപ്പോൾ എന്നിട്ടൊന്ന് പറയുകയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെയല്ല, പക്ഷേ ജ്ഞാനത്തിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. സത്യം അറിഞ്ഞവൻ നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. അപ്പോൾ ചിലവരെന്ത് ചെയ്യും? ഇപ്പോൾ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്, സത്യം അറിഞ്ഞവർ നിനക്ക് ജ്ഞാനം ഉപേക്ഷിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, നീ നമസ്കാരം കൊണ്ടും അതേപോലെ അതിനെ സ്വീകരിക്കുക. ശരി, ആ ഉപദേശം തന്നതിന് നന്ദി. നമസ്കാരം കൊണ്ടും ചോദ്യം കൊണ്ടും പിന്നെ അതിന് ചോദിക്കണം, അതേപോലെ സ്വീകരിക്കരുത്. തിരിച്ചു മറിച്ചുവെല്ലാം വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദ്യം നിവൃത്തി വെക്കണം. അയാളോടല്ലെങ്കിൽ വേറെ ആരോടെല്ലാം ചോദിച്ചിട്ട്, ജ്ഞാനമുള്ളവരോടെല്ലാം ചോദിച്ചിട്ട് അതിൻ്റെ സത്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം നീ സേവ നടത്താൻ. എന്നിട്ടേ അത് പ്രയോഗത്തിൽ വരുത്താൻ പാടുള്ളൂ. ആരെങ്കിലും ഉപദേശിച്ചെന്ന് വെച്ചിട്ട് അത് അതേപോലെ സ്വീകരിക്കരുത്, ചോദ്യം ചെയ്യണം. അറിയുന്നവരോടെല്ലാം അതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട്, സംശയം തീർത്ത ശേഷം മാത്രമേ നീ അത് സേവിക്കുവാൻ പാടുള്ളൂ. സേവ കൊണ്ട് ഗ്രഹിക്കുക. അനുഭവത്തിലൂടെയാണത് പിന്നെ മനസ്സിലാക്കാൻ പോകുന്നത്.
അതിനെ സേവിക്കുക, അത് ആ വഴിയിൽ പോകാം. പക്ഷെ അനുഭവത്തിലൂടെ എന്ത് ചെയ്യും? നീ അതിനെ മനസ്സിലാക്കണം. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ പോകരുത്. ഇനി 35. അറിഞ്ഞവന് പിന്നെ ഭ്രമമുണ്ടാവില്ല. അപ്പൊ സത്യം മനസ്സിലാക്കിയവർക്ക് പിന്നെ ഭ്രമമുണ്ടാവില്ല. ഇതിലൂടെ ഭൂതമെല്ലാം തന്നിലും എന്നിലും നീ കാണും. അങ്ങനെ സത്യം മനസ്സിലാക്കുമ്പോൾ നീ എന്ത് കാണും? ഈ കാണുന്ന ബ്രഹ്മെല്ലാം എന്നിൽ തന്നെ കാണും. ഈ ഭൂതങ്ങളെല്ലാം ഈ പ്രപഞ്ചം നിർമ്മിച്ച പഞ്ചഭൂതങ്ങളാണ്. കരദ്രവവാത ഊർജ ആകാശം. ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം എനിക്ക് എവിടെ കാണാൻ പറ്റും? എന്നിൽ തന്നെയാണ്. കാരണം ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ഞാനും ബ്രഹ്മം തന്നെയാണ്. അത് തന്നിലും എന്നിലും കാണുന്നു പറഞ്ഞാൽ എവിടെ നോക്കിയാലും അത് തന്നെയാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ സത്യമെല്ലാം മനസ്സിലാക്കുമ്പോൾ എല്ലാം ആ ഒരു ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായതെന്നും ബ്രഹ്മത്തിന് വേണ്ടിയാണ് ഉണ്ടായിരിക്കുന്നതും ബ്രഹ്മമാണ് ഞാനായി മാറിയതെന്നും ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനെന്നും ബ്രഹ്മം തന്നെയാണ് എന്നിലൂടെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും എനിക്കത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബ്രഹ്മമായി കാണാനും പറ്റും. അത് തന്നെയാണ് ഞാൻ, അത് തന്നെയാണ് കൃഷ്ണനും എല്ലാം. വേറെ കൃഷ്ണനൊന്നുമില്ല. ആ ശക്തി തന്നെയാണ് കൃഷ്ണൻ. ഏത്? ബ്രഹ്മം. അത് തന്നെയാണ് ഞാനായി മാറിയതും ഈ ലോകം മുഴുവനായിട്ട് മാറിയതും. ഇനി 30. എത്ര വലിയ പാപിയാണെങ്കിലും ജ്ഞാനമാകുന്ന തോണി ഉപയോഗിച്ച് പാപസമുദ്രത്തെ മറികടക്കാം. എത്ര വലിയ നമ്മൾ എന്ത് പാപം ചെയ്തതെന്ന് മനസ്സിലാക്കിയാലും ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മനസ്സിനെന്തില്ല? പാപമില്ല. കാരണം ആ ശക്തി എന്നിലൂടെ ചെയ്യിപ്പിച്ചതാണ്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നോടും ഒരു പാപം തോന്നും. നമ്മളെ ഒരു പ്രവൃത്തിയും പാപമായിട്ട് തോന്നില്ല. ഞാനാണ് ചെയ്യുന്ന ചിന്ത എപ്പോൾ എത്രത്തോളം നമ്മിലുണ്ടോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞാനാണ് ചെയ്തത് എന്ന ചിന്ത എത്ര കാലത്തോളം നമ്മിലുണ്ടോ അത്രയും കാലം അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. പക്ഷേ ഞാനല്ല ഇത് ചെയ്യുന്നത്, എൻ്റെ പിന്നിലുള്ള ആ ശക്തിയാണ്. ആ ശക്തിയാണ് ഞാനും. അത് തന്നെയാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം പിന്നെ നമുക്ക് പാപത്തെ പറ്റിയുള്ള ചിന്ത ഇല്ല. അപ്പം നമുക്ക് ജ്ഞാനമാകുന്ന തോണി ഉപയോഗിച്ചിട്ട് ഈ പാപങ്ങളെയെല്ലാം നമുക്ക് മറികടക്കാം. ഇനി 37. കത്തിയെരിയുന്ന തീ എല്ലാം നശിക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നിയിലൂടെ നമ്മുടെ കർമ്മഫലമെല്ലാം ഇല്ലാതാക്കാം. ഈ ജ്ഞാനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പലപ്പോഴും കഴിഞ്ഞ കാലത്തിൽ ചിലത് ചെയ്ത സംഭവം ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം തോന്നും. അത് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുകയും ചെയ്യും. അയ്യോ, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. അതിൽ നിന്ന് മുക്തി നേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്യുന്നത് ആ ശക്തിയാണ് എന്ന തത്വം മനസ്സിലാക്കണം. ആ ശക്തിയാണ് എന്നിലൂടെ അത് ചെയ്യിച്ചിരിക്കുന്നത്, ഞാനല്ല. ഈ ഞാനെന്നത് പറയുന്നത് വെറുതെ എന്നെക്കൊണ്ടൊരു തോന്നലുണ്ടാക്കുന്നതാണ് ആ ശക്തി, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്ന സത്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനെ പറ്റിയും എന്തില്ല. ആ ചെയ്തതെന്ന് പറയുന്ന കർമ്മമൊന്നും എൻ്റെ കർമ്മമല്ല. ആ കർമ്മമെല്ലാം നശിക്കും. ആ കർമ്മമൊന്നും എൻ്റെ അല്ല, അത് ചെയ്യിപ്പിക്കുകയാണ്. ഒരു കോടാലിനെ കൊണ്ട് നമ്മൾ മരം വെട്ടുമ്പോൾ കോടാലിക്ക് തോന്നുന്നില്ല ഞാനാണ് വെട്ടിയത്. എന്തുകൊണ്ട്? കോടാലി അങ്ങനെ ചിന്തിക്കുന്നില്ല, കോടാലിയാണ് വെട്ടിയെന്ന്. അതുകൊണ്ട് അതിന് പാപത്തെയും പുണ്യത്തെയും പറ്റി ചിന്തയില്ല, ഞാനാണ് വെട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ആ ശക്തിയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ആ സത്യം ഉൾക്കൊണ്ടാൽ പിന്നെ എനിക്ക് പാപത്തെ പറ്റിയുള്ള ഒരു
ആ കർമ്മവും എൻ്റേതല്ലാതായി മാറുകയാണ്. 38 ഇത് പറയുന്നു, അതിനാൽ ജ്ഞാനത്തോളം പവിത്രമായത് ഒന്നുമില്ല. അപ്പോൾ ഈ ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. അതിനെക്കാട്ടിയും വലിയൊരു ജ്ഞാനം, പവിത്രമായ ഒരു ജ്ഞാനം വേറെയില്ല. യോഗം കൊണ്ട് സിദ്ധമായവന് ഈ ജ്ഞാനം വഴിയേ നേടും. അപ്പോൾ യോഗയിലൂടെ മറ്റുള്ള നേരത്തെ കുറേ ആൾക്കാർ പറയും വഴികളെല്ലാം പറഞ്ഞല്ലോ, ആ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് അവർ ബ്രഹ്മസാക്ഷാത്കാരം എത്തുന്ന അവസരത്തിൽ അവർക്കും ഈ തത്വം ബോധ്യമാകും. 39 എന്ത് പറയുന്നു? ജ്ഞാനത്തിൽ മനസ്സൂടിയവൻ. ഇത്തരത്തിൽ ജ്ഞാനത്തിലൂടെ മനസ്സിലാക്കിയവൻ, എന്നിട്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയവൻ. ഇന്ദ്രിയങ്ങൾ ജ്ഞാനത്തിലൂടെ തന്നെ വേണമെന്നില്ല. ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് അല്ലാതെ തന്നെ, ഈ കാര്യമൊന്നും മനസ്സിലാക്കാതെ തന്നെ യോഗയിലൂടെയെല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം അടക്കാൻ പറ്റുമെങ്കിൽ അവനും ഈ ജ്ഞാനം നേടും. അതോടെ ശാന്തി ലഭിക്കും. ശാന്തി എന്തുകൊണ്ടാണ്? നാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് കാര്യം നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നം. കാര്യം പൂർണ്ണമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നം. അല്ലെങ്കിൽ എന്താ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ശരി തെറ്റ് എല്ലാം വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മനസ്സ് ചഞ്ചലമാകും, ശാന്തി ലഭിക്കില്ല. നേരെ മറിച്ച് എല്ലാം അതാണ് ചെയ്യുന്നതെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ശാന്തി ലഭിക്കും. ഇനി 40 അജ്ഞനും ശ്രദ്ധയില്ലാത്തവനും സംശയം തീരാത്തവനും നശിക്കും. അതായത് അജ്ഞനായി ഇതൊന്നും അറിയാതെ ഒരു ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവർ, എപ്പോഴും എല്ലാ കാര്യത്തിലും സംശയമുള്ളവർക്ക് അവർ നശിക്കും. സംശയമുള്ളവന് പരലോകം പോലും ലഭിക്കില്ല. ഇനി 41 യോഗത്താൽ കർമ്മം ഉപേക്ഷിച്ചവന്. അപ്പോൾ യോഗാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ യോഗയിലൂടെ നേരത്തെ പറഞ്ഞ വഴികളിലൂടെയെല്ലാം ക്രമത്തിൽ കർമ്മം ഉപേക്ഷിക്കുക. കർമ്മശേഷിക്ക് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റില്ല. കർമ്മം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മം, ഞാൻ എന്ന ചിന്ത വെച്ച് ചെയ്യുന്ന കർമ്മം ഉപേക്ഷിക്കുക. എന്തെങ്കിലും ചെയ്യുന്നത് അന്നും എൻ്റെ കർമ്മമല്ല. അങ്ങനെ കർമ്മം ഉപേക്ഷിക്കുന്നവനും ജ്ഞാനം കൊണ്ട് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയവനും കർമ്മബന്ധത്തിലാവപ്പെടില്ല. കർമ്മം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും കർമ്മത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. ഞാനാണ് ചെയ്യുന്നത് എന്ന ചിന്ത വെടിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുക. ആ കർമ്മം ഞാനല്ല ചെയ്യുന്നത്, ആ ശക്തി ചെയ്യുന്നതാണ്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ കർമ്മം ഉപേക്ഷിച്ചവനും ഈ സത്യം മനസ്സിലാക്കിയവനും കർമ്മബന്ധത്തിൽ അകപ്പെടില്ല. കർമ്മബന്ധം എപ്പോഴാണ്? എനിക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കൾ എന്ന ചിന്തയാണുണ്ട്. അല്ലാതെ അതിനു വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ ബന്ധനമൊന്നുമില്ല. അതിനാൽ 42 എന്ത് വേണം? അർജുനനോട് പറയാണ്, അജ്ഞാനം മൂലമുള്ള ഈ സന്ദേശങ്ങൾ, അതുകൊണ്ട് നിന്റെ അജ്ഞാനം കൊണ്ടാണ് ഈ സംശയങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ജ്ഞാനമാകുന്ന വാളിനാൽ, അതുകൊണ്ട് നിന്റെ ഈ അജ്ഞാനം കൊണ്ടാണ് നിനക്ക് ഈ സംശയമെല്ലാം വരുന്നത്. അപ്പം നിന്റെ ഈ അജ്ഞാനം ആദ്യം നശിക്കണം. എന്നിട്ട് ജ്ഞാനമാകുന്ന വാളിനാൽ നീ അറുത്ത് കളയണം. ആ സംശയങ്ങളെല്ലാം അറുത്ത് കളഞ്ഞിട്ട് നീ എഴുന്നേൽക്കോ, പോയി യുദ്ധം ചെയ്യും.